ഈ 4 സുവിശേഷങ്ങളിൽ ക്രമം കൊണ്ട് ആദ്യം വന്നത് വിശുദ്ധ മത്തായിയാണ്. മത്തായി എന്ന മനുഷ്യൻ തൊഴിലായി സ്വീകരിച്ചിരുന്നത് ചുങ്കം പിരിക്കുന്ന ആ മേഖലയാണ്. തൊഴിൽ വളരെ മാന്യമായി കണ്ട ഒരു ജനതയാണ് യഹൂദൻ. അന്നും ഇന്നും അങ്ങനെയാണ്. അതുകൊണ്ട് പേരിനൊപ്പം തൊഴിൽ ചേർത്ത് പറയുന്ന പതിവ് ജൂതന്മാർക്കുണ്ട്. തോൽ കൊല്ലനായ ശിമോൻ, മത്സ്യം പിടിക്കുന്ന മീൻ പിടുത്തക്കാരനായ പത്രോസ്, കൂടാരപ്പണി ചെയ്തു പോകുന്ന ശൗൽ, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ. ഇനി രാഷ്ട്രീയം തൊഴിലാക്കിയ ഫുൾ ടൈം പൊളിറ്റീഷ്യന്മാരെ വിളിച്ചതാണ് എരിവുകാർ, സെലറ്റ്സ്, എരിവുകാരനായ സിമോൻ. അപ്പോൾ തൊഴിൽ പേരിനൊപ്പം ചേർത്തു പറയുന്നത് മാന്യതയായി ജൂതന്മാർ കരുതി. അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പാശ്ചാത്യര്, നമ്മൾ സായിപ്പെന്ന് വിളിക്കുന്ന ആളുകൾ, തൊഴിൽ മാന്യതയുള്ളതായി കരുതി അവരുടെ പേരിനൊപ്പം കുടുംബപരമായി തന്നെ തൊഴിൽ ചേർക്കുന്ന പതിവുണ്ട്. അങ്ങനെയാണ് സായിപ്പിന് പൈലറ്റ് എന്നൊക്കെ പേര് വരുന്നത്. ഗാർഡനർ, പ്രമുഖനായൊരു തിയോളജിൻ്റെ പേര് കിച്ചൻ എന്നായിരുന്നു. അതോർത്ത് നിങ്ങൾക്ക് ചിരി തോന്നേണ്ട. കാരണം കേരളത്തിൽ ചർച്ച് ഓഫ് ഗോഡിനെ അവതരിപ്പിച്ച റോബർട്ട് ഫെലിക്സ് കുക്ക് സായിപ്പ്. അപ്പോൾ ഇതുപോലെ SR ഡ്രൈവർ, ഇങ്ങനെയൊക്കെ പേരുള്ള ആളുകളുണ്ട്. അപ്പം തൊഴിൽ പേരിനൊപ്പം ചേർത്ത് പറയുന്നത് അവർക്ക് സന്തോഷമായിരുന്നു. നമുക്ക് നേരെ തിരിച്ചാണ്. തൊഴിലുണ്ടെന്ന് പറയുന്നത് എന്തോ കുറഞ്ഞ ഒരു കാര്യമാണ് അല്ലേ? ജോലി ചെയ്യുന്നു മാത്രമല്ല, നമ്മുടെ എങ്ങാനും തൊഴിൽ പറഞ്ഞു പോയാൽ കേൾക്കുന്ന നമുക്കതൊരു വലിയ പ്രയാസം. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒരു സംവാദത്തിൽ ഒരു മാന്യ സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇന്ത്യയിൽ നല്ല ശ്രദ്ധേയങ്ങളായ ചിന്തകൾ, തത്വചിന്തകളുണ്ട്. അതേപ്പറ്റി ജർമ്മൻകാരനായ മാക്സ് മുള്ളർ വന്ന് പഠിച്ച് 1850കളിൽ ഇന്ത്യൻ തത്വചിന്തയെ ലോകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രബലങ്ങളായ 6 ദർശനങ്ങൾ, 6 തത്വചിന്തകൾ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ആളാണ് ഒരു സുവിശേഷകൻ കൂടിയായ മാക്സ് മുള്ളർ. ഇന്ത്യയിലെ വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങളെല്ലാം ഇംഗ്ലീഷിലാക്കി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ആളാണ് മാക്സ് മുള്ളർ. അതായത് ഇന്ത്യയെ പ്രകീർത്തിക്കുക ചെയ്തു. അപ്പോൾ ഇന്ത്യ മോശമൊരു രാജ്യമല്ല. ഒത്തിരി ചരിത്രം നമുക്കുണ്ട്, ഒത്തിരി പശ്ചാത്തലമുണ്ട്. ഇന്ത്യയുടെ നാഗരികത ശ്രേഷ്ഠമേറിയതാണ്. സിവിലൈസേഷൻ, കൾച്ചർ, അതൊക്കെ വളരെ വലുതാണ്. അതൊക്കെ സത്യമാണെങ്കിലും ഏതെങ്കിലും ഒരു വേദത്തിൽ, ഏതെങ്കിലും ഒരു ഇതിഹാസത്തിൽ, ഒരു പൗരാണികമായ കുറിപ്പിൽ ജോലിയുടെ മഹത്വം അംഗീകരിക്കുന്ന ഒരു കുറിപ്പ് കാണിക്കും? ഒന്നുമില്ല. പണിയെടുക്കുന്ന എന്തോ കുറഞ്ഞ കാര്യമായി ഇന്ത്യക്കാർ കണ്ടു. ഇനി ജോലി എടുക്കുന്നവനെ ആദരിച്ചില്ല എന്നുള്ള വിട്ടേക്ക്, അവനെ അവഹേളിക്കുന്ന ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. അത് ഇന്നും കുറേ തുടരുന്നുണ്ട്. എക്സാമ്പിൾ, നാളെ നമ്മുടെ സെൻട്രൽ കൺവെൻഷൻ ഉച്ചയ്ക്ക് തീരും. ഒരു ഊണൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്. ആ ഊണ് കഴിഞ്ഞ് നിങ്ങൾ ഈ വെള്ളം കുടിച്ചിട്ട് ഈ കുപ്പി ഇവിടെ കിട്ടുമെന്ന് വിചാരിക്കുക. അല്ല, ഞാനിവിടെ ഇട്ടു. ആ കുപ്പിയിട്ട
അല്ലെങ്കിൽ ആ വേസ്റ്റ് അവിടെ വലിച്ചെറിഞ്ഞ ആളിനെ ലോകം വിളിക്കുന്ന സാറേന്ന. അത് പെറുക്കുന്ന ആള് പഞ്ചായത്തിൽ നിന്ന് ഒന്ന് എടുക്കുന്ന മനുഷ്യൻ അല്ലെ ആ സഹോദരി കുറഞ്ഞ ആളാണ്. അപ്പം മലിനമാക്കുന്നവൻ മാന്യനാണ്, വൃത്തിയാക്കുന്നത് മോശമാണ്. പാശ്ചാത്യർക്ക് നേരെ തിരിച്ച. അതുകൊണ്ട് അവരൊരു ഓഫീസ് സ്റ്റാഫ് ക്ലീൻ ചെയ്യാനൊന്നുമില്ല. നാഷണൽ ഓവർസിയർ ഓഫീസിൽ ചെന്നാൽ അവിടെ അത് ക്ലീൻ ചെയ്യാനൊന്നും ഒരാളെ വെച്ചിട്ടില്ല, അദ്ദേഹം തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? ചർച്ചക്കോടിൻ്റെ നാഷണൽ സൂപ്രണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ ഓഫീസ് ക്ലീൻ ചെയ്യുന്ന അദ്ദേഹം തന്നെയാണ്. അറിയില്ല, വാഷ്റൂം അദ്ദേഹം തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. അത് വിട്ടേക്കാം. സാക്ഷാൽ പ്രസിഡന്റ് ട്രംപും സ്വന്തം ഓഫീസ് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യണം. എൻ്റെ കാരണം അറിയോ? നിങ്ങളെ ക്ലീനിങ് ഡ്യൂട്ടിക്ക് വെച്ച ആളിന് കൊടുക്കാനുള്ള ശമ്പളം വളരെ വലുതാണ്. ജോലിക്കനുസൃതമാണ് അവിടെ സാലറി. വൈറ്റ് കോളർ ജോബ് നമുക്ക് കിട്ടും, സാലറി കുറവാണ്. എൻജിനീയർക്ക് പൈസ കുറവും, അത് കെട്ടിപ്പൊക്കുന്ന മേശന് കൂടുതലും. ഡോക്ടർക്ക് കുറവും, നേഴ്സിന് കൂടുതലും. എന്താ കാരണം? നേഴ്സിനാണ് പണി. അത് ഇവിടുത്തെ പോലെ കൽപ്പിക്കാനോ നോക്കിയില്ല. അതെടുത്തോണ്ട് പോവാ, ഇതെടുത്തോണ്ട് പോവാ, വേണേ പോയി സാർ എടുക്കണം. എന്നിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ സംസ്കാരമാണ് അല്ല. തൊഴിലിനെ ബഹുമാനിച്ചാൽ മാത്രം പോരാ, തൊഴിലിന് കൂലി കൊടുക്കണം. അത് ഇംഗ്ലീഷ് രാജ്യങ്ങളിലാണ് കൊടുക്കുക. ഇതിൻ്റെ പ്രചോദനം ബൈബിളാണ്. എന്താ എൻ്റെ കാര്യം? തൊഴിലിന് വില കൽപ്പിച്ച ആളാണ് നമ്മുടെ കർത്താവ്. പണിയെടുക്കുന്നത് മാന്യമെന്ന് പറയുക മാത്രമല്ല, ഒരു പൗരൻ എങ്ങനെ മാന്യമായി രാജ്യത്ത് ജീവിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. നികുതി കൊടുക്കാൻ പഠിപ്പിച്ചു. അങ്ങനെയാ. അപ്പം നമ്മളൊക്കെ നികുതി കൊടുക്കണം. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതിയൊക്കെ കൊണ്ട് ടാക്സ് പേ ചെയ്യണം. കൂടെ രസകരമായൊരു കാര്യം, ഒരു യോഗം കഴിഞ്ഞൊരു അമ്മച്ചി വന്ന് എൻ്റെ അരികിൽ പറഞ്ഞ ഒരു പരിഭവമുണ്ട്. പഞ്ചായത്തിലെ മെമ്പർ ഒരു പണി തന്നു. എൻ്റെ കാർഡ് BPL ആയിരുന്നു, അത് APL ആക്കി. ഞാൻ പറഞ്ഞു, അമ്മച്ചി ദാരിദ്ര്യം മാറാൻ ഒത്തിരി പ്രാർത്ഥിച്ചല്ലേ, ദൈവം അത് മാറ്റിയതിൻ്റെ തെളിവാണ് ഈ കാർഡ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഇപ്പം നമ്മൾ ഈ 2 രൂപയ്ക്ക് അരി വാങ്ങേണ്ട ആളുകളൊന്നും നമ്മുടെ കൂടെ ഇല്ല. അത് ആർക്കുള്ളതാ? കുറേ കൂടി അർഹതപ്പെട്ടവർക്കുള്ള അല്ലേ? അങ്ങനെയല്ലേ? അതെന്ന് ഞാൻ കുറേ പേരെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചു അത് വാങ്ങില്ലെന്ന്. പാവമായിട്ടല്ല, തീരെ ഇല്ലാത്തൊരു വാങ്ങട്ടെ. അത് കുറേ കൂടി അർഹതപ്പെട്ടവർക്ക്. അങ്ങനെ സർക്കാരിൻ്റെ ആ ലോഡ് ഭാരം കൂടെ കുറയ്ക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനല്ലേ? കൂടുതൽ ഉത്തരവാദിത്വം ചെയ്യാൻ, അതിനാ പറയുന്നത് വിശേഷാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ടാക്സ് പേ ചെയ്യണം, ഉത്തമ പൗരന്മാരായി ജീവിക്കണം, ജോലിയുടെ വില അറിയണം. ഇതെല്ലാം പഠിപ്പിച്ച ഒരു ഗുരുവാണ് നമ്മുടെ കർത്താവ്. ഇഹലോകത്തിലും പരലോകത്തിലും എങ്ങനെ ജീവിക്കണം. എന്താ ഈ ലോക ചിന്തകളുടെ പ്രശ്നം? അത് ഇവിടെ ജീവിക്കാനേ പഠിപ്പിക്കുന്നുള്ളൂ, നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഈ ലോകവും വരാനിരിക്കുന്ന ലോകവും എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ച് അതിനുവേണ്ടി ഒരുങ്ങാൻ നമ്മെ പ്രേരിപ്പിച്ച ഗുരുവാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയുള്ള ആ പശ്ചാത്തലമുള്ള ജൂതന്മാർക്കിടയിൽ 3 തരം തൊഴിലുകളെ അവർ വെറുത്തു. തൊഴിലെല്ലാം മാന്യമാണ്. ജൂതൻ തൻ്റെ പേരിനൊപ്പം തൊഴിൽ ചേർക്കും. പക്ഷെ 3 തരം തൊഴിലുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. 3 തരം തൊഴിലുകളെ സമൂഹം വെറുത്തു. ആ തൊഴിൽ ചെയ്യുന്നവരുമായുള്ള സമ്പർക്കത്തെ വെറുത്തു, അവരുമായുള്ള വിരുന്നുകളെ വെറുത്തു, അവരുമായുള്ള വിവാഹബന്ധത്തെ വെറുത്തു. അങ്ങനെ ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. ഏതാണ് ആ 3 തരം തൊഴിലുകൾ? 1, ചുങ്കക്കാരൻ്റെ തൊഴിൽ. 2, ആട്ടിടകൻ്റെ തൊഴിൽ. 3, ദുർമാർഗിയായ ഒരു സ്ത്രീയുടെ അധർമ്മം നിറഞ്ഞ ആ തൊഴിൽ, അഡൾട്ടറി.
പ്രോസ്റ്റിറ്റ്യൂഷൻ. നമുക്കത് വിശദീകരിക്കേണ്ടതില്ല. ബാക്കി രണ്ടെണ്ണത്തിന് എന്താ കുഴപ്പം? അത് പരിശോധിക്കാം ആദ്യം. നമ്മുടെ വിഷയം മത്തായിലേക്കാണ് വരേണ്ടത്. അതുകൊണ്ട് ഞാൻ ആ ക്രമം തിരിച്ചിടുന്നു. എന്തുകൊണ്ട് ആട്ടിടയന്റെ തൊഴിലിനെ വെറുത്തു? അത് വേണ്ട തൊഴിലല്ലേ? എൻ്റെ കാരണം, ഒരു ഇടയൻ ആരാ? ഒരു ഇടയൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിരിക്കുന്ന ചിന്തകൾക്കപ്പുറത്താണ്. അയാൾ ഉടമയല്ല, അയാൾ കൂലിക്ക് ഈ ജോലി ചെയ്യുന്ന ആളാണ്. നൂറുകണക്കിന് ആടുകൾ സ്വന്തമുള്ള ഒരു യജമാനന് വേണ്ടി 50 100 ആടുകളെ മേയ്ക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അയാളുടെ കയ്യിൽ 2 വടികളുണ്ട്. ഒരു വടി തോളിൽ ഇങ്ങനെ വെക്കും. അതിൻ്റെ 2 അഗ്രങ്ങളിൽ 2 കൊട്ടയുണ്ട്. ആ കുട്ടകളിൽ പാൽ നിറച്ച ഒരു തുരുത്തി, ഇപ്പോഴാണ് നിബിൾ കടിപ്പിച്ച ഒരു കുപ്പി, ഇപ്പോഴും ഉണ്ട് ഇത്. പച്ചമരുന്നുകളുടെ ചില കൂട്ട്, അതുപോലെ അടുത്ത കൊട്ടയ്ക്കുള്ളിൽ ഇടയനുള്ള ആഹാരം, വെള്ളം നിറച്ച ബോട്ടിലുകൾ, ഇതൊക്കെ ഇങ്ങനെ പിടിക്കും. അടുത്ത വടിയുടെ അഗ്രത്തിൽ ഒരു ചുവന്ന തുണി കെട്ടിയിട്ടുണ്ടാവും. ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് ആടുകളെ പോകേണ്ട വഴി കാട്ടിക്കൊണ്ടുപോവാണ്. 50 ആട് 100 ആട് എണ്ണി യാത്ര തുടരുന്ന വേളയിൽ ഇടയൻ പെട്ടെന്ന് ചില അപകടങ്ങൾ മണക്കും. നിലത്ത് കണ്ട ചില പാടുകൾ ഇടയന്റെ യാത്രയെ തടയും. പെട്ടെന്നൊരു ശബ്ദം മുഴക്കി അപകട സൂചന ആടുകളെ അറിയിച്ച് കയ്യിൽ ഇരിക്കുന്ന ഈ കൊടി ഇങ്ങനൊന്ന് ഉയർത്തും. ആടുകൾ നിശബ്ദരായി ഭയപ്പെട്ട് കാതുകൂർപ്പിച്ച് നിൽക്കും. എന്താ സംഭവം എന്നറിയണ്ടേ? ഈ മരുഭൂമിയിലൂടെ ഇഴഞ്ഞു നീങ്ങിയ പാമ്പുകളുടെ അടയാളം ഇടയൻ കണ്ടു. ഇവിടെവിടെയോ പാമ്പുകൾ മണലിൽ തലപുഴ്ത്തി ആടുകളുടെ ചോര കുടിക്കാൻ കാത്തുകിടപ്പുണ്ട്. ഇടയൻ പരിശോധിച്ച് ഒടുവിൽ ഈ പാമ്പിനെ കണ്ടെത്തും. അതിനെ തല്ലിക്കൊല്ലും. വീണ്ടും ആടുകളെ തെളിച്ച് മുമ്പോട്ട് പോകും. ഈ യാത്രയുടെ അടുത്ത ഘട്ടം വീണ്ടും പെട്ടെന്ന് ഇടയൻ ഒരു ശബ്ദമുണ്ടാക്കും. ആടുകൾ അണിനിരന്ന് നിൽക്കും. ഈ കൊടി ഇങ്ങനെ ഉയർത്തും. ഇനി ആടുകൾ ചലിക്കില്ല, അനങ്ങാതെ നിൽക്കും. അതവിടെ കുത്തിവെച്ചിട്ട്, ഇപ്പോൾ മറ്റൊരു കാര്യമാണ്, ചെന്നായ്ക്കളല്ല, ഉപദ്രവിക്കാൻ വരുന്നവരല്ല, പാമ്പുകളല്ല. ഇപ്പോഴത്തെ പ്രശ്നം, ഈ കൂടെ ചെന നിറഞ്ഞ ഗർഭകാലം തികഞ്ഞ ഒരാടുണ്ടാവും, ഒന്നിലധികം ആടുണ്ടാവും. അതിലൊന്ന് പ്രസവ ചേഷ്ടകൾ കാട്ടി തുടങ്ങി. ഇടയനറിയാം. അതിനുവേണ്ടി യാത്ര താൽക്കാലികം മരവിപ്പിച്ച് ഇടയനങ്ങനെ കാത്തിരിക്കും. പൊടിമണലുകൾ വാരിയെടുത്ത് ഈ ആടിൻ്റെ ഗർഭസ്ഥാവസ്ഥയിൽ കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടൻ അതിനെ പുറത്തെടുത്ത് ഈ മണൽ വെച്ച ശുദ്ധീകരിക്കുന്ന പൊടിയുള്ള മണൽ വെള്ളം കൊണ്ട് തള്ളയാടിന് കുടിക്കാൻ കൊടുക്കും. പച്ചമരുന്നുകൾ ഇതിനകത്തുണ്ട്, അതൊക്കെ തിന്നാൻ കൊടുക്കും. വലിയ ക്ഷീണമാണ്. അതിനെ ഇങ്ങനെ തഴുകി ഏതാനും മിനിറ്റുകൾ അവിടെ കിടത്തും. 2 കുട്ടികൾ 3 കുട്ടികളൊക്കെ ഉണ്ടാവും. ഈ കുട്ടികൾക്ക് തള്ളയോട് ചേർന്ന് അത് പാല് കുടിച്ച് കുറേ നേരം കിടക്കും. പക്ഷെ യാത്ര തുടരണം. ഇടയൻ ഈ 2 3 കുട്ടികളെ ഒരുമിച്ചെടുക്കും. ആ കയ്യിൽ തന്നെ ഇടയൻ പാൽ നിറച്ച തുരുത്തി കയ്യിലെടുക്കും. മറ്റേ വടി ഈ വടിയോട് ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കും. മാറി മാറി പാലൂട്ടും. 2 ആടുണ്ടെങ്കിൽ 3 ആടുണ്ടെങ്കിൽ ഒന്നേ ഉള്ള കുഴപ്പമില്ല.
ആടുകൾ പാൽ കുടിച്ചനന്തരം ശക്തി പ്രാപിച്ചിട്ട് ഈ ആട്ടിൻ പറ്റങ്ങൾക്ക് കൂടെ പോകാൻ വ്യഗ്രത കാട്ടും. അത് അപകടമാണ്. കാരണം വലിയ ആടുകൾ ചെറിയ ആടുകളെ ചവിട്ടും, അപകടം വരും. അതിനെ അനുവദിക്കാതെ ഞെരുക്കി പിടിക്കും. ഈ ചവിട്ടൊക്കെ ഇടയൻ്റെ നെഞ്ചിലാണ് കൊള്ളുന്നത്. നല്ലിടയൻ്റെ കാര്യമാണ് പറഞ്ഞു. വീണ്ടും പാമ്പ്, വീണ്ടും ചെന്നായ്ക്കൾ, അപഹരിക്കാൻ വരുന്നവർ, അടുത്ത ആടിൻ്റെ പ്രസവം. വൈകുന്നേരം മടങ്ങി വരുമ്പോൾ കുഞ്ഞാടുകളുടെ ഒരു കൂട്ടം, വലിയ ആടുകളുടെ ഒരു കൂട്ടം, ഇവർ രണ്ടിനെയും ഒരേ വഴിയിൽ രണ്ട് വിഭാഗങ്ങളാക്കി തെളിച്ചു കൊണ്ടുവന്ന് ഈ ലായത്തിൻ്റെ മുമ്പിൽ നിർത്തി യജമാനനെ വിളിക്കും. യജമാനനെ, നീ അയക്കുമ്പോൾ 100 ആട്, ഇപ്പോൾ 112 ആട്. ഇന്ന് പുതുതായി ജനിച്ചതാ 12. ഇടയൻ അവയ്ക്കൊക്കെ പേരിട്ട് അവയെ ലാളിച്ച് അവയ്ക്ക് വീണ്ടും തീറ്റ കൊടുക്കുമ്പോൾ യജമാനൻ പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. സത്യത്തിൽ ഇടയ ശുശ്രൂഷയുടെ മഹത്വം മുകളിൽ നിന്നുള്ള ഈ ശബ്ദമാണ്. പിന്തിരിഞ്ഞു പോകാൻ 100 കാരണങ്ങൾ ഉണ്ടായിട്ട് ഇന്നും പിടിച്ചു നിൽക്കുന്നത് കാതുകളിൽ വന്നലയ്ക്കുന്ന ആ ശബ്ദം. ഒപ്പം വരുന്നവർ കണ്ടില്ല. കടിച്ചീറാൻ വന്ന ചെന്നായ്ക്കളുടെ നടുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരും കണ്ടില്ല. പാരിതോഷികം കിട്ടിയില്ല, പ്രശംസ കിട്ടിയില്ല, ഒരു നല്ല വാക്ക് പോലും ജീവകാലത്ത് കിട്ടില്ലെങ്കിലും ഉയരത്തിലെ ഈ ശബ്ദം പ്രചോദനമായി തീരുന്നവരുടെ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ നമ്രശിരസ്കരായി തലകുനിച്ചുകൊണ്ട് നമുക്ക് പറയാം, ഇത്തരം ശുശ്രൂഷകരെ ദൈവം ഇന്നും തിരയുന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. രാത്രിയിൽ കിടന്നുറങ്ങും. അദ്ദേഹം കിടക്കുന്നത് ലായത്തിൻ്റെ മുമ്പിലാണ്, പ്രധാന വഴിയിലാണ്. അവിടെ തന്നെ ഒരു ഷെഡ് ഇങ്ങനെ തിരിച്ചുണ്ടാക്കിയേക്കുക. കാരണം ഇത് ആടിനെ കെയർ ചെയ്യണം. 2 വടി ഇങ്ങനെ വെച്ചേക്കും മുമ്പേ, ആട് പുറത്തോടൊന്നും പോവില്ല. നീളമുള്ള ഈ ലായത്തിന് വലിയ വെന്റിലേറ്ററുകളുണ്ട്. വെളിച്ചം കിടക്കാനും വായു കിടക്കാനും തീറ്റ കൊടുക്കാനും ഇതാ ഉപയോഗിക്കുന്നത്. ഏണിയുണ്ട് ഇതിലേക്ക് കയറാൻ. നല്ല ഉറക്കത്തിൽ കൗലടകന്മാർ, വ്യാജന്മാർ ഈ വെന്റിലേറ്റർ വഴി കയറും. കുഞ്ഞാടുകളെ പിടിക്കും, വലിയ ആടുകളെ പിടിക്കും. ഇതിനകർത്താവ് പറഞ്ഞത് കള്ളനും കവർച്ചക്കാരനും വരുന്ന വഴി അതാ. നല്ലിടയൻ്റെ വഴി നേരെ മുമ്പിലാ, നേരായ പാതയിലാ. ഇടയൻ ആടിനെ നടത്തുന്നത് നേരായ പാതയിൽ, ഇടയൻ്റെ ജീവിതം നേരെയാ. നമുക്കിന്ന് രാത്രി ഈ നേരായ പാതകളിലെ ജയം കാത്തു കഴിയണം. ഇടയൻ ഉണർന്നു, മറ്റൊരു തട്ടിക്കൊണ്ടുപോയി. വെളിച്ചം തയ്യാറാക്കി, കാവൽക്കാരെ വിളിച്ചു. യജമാനനും ഉണർന്നു. സങ്കടപ്പെട്ട് നല്ലിടയൻ വന്നിട്ട് പറയും, യജമാനനെ, ക്ഷീണം കൊണ്ടൽപ്പം മയങ്ങി യജമാനനെ. ആ തക്കം നോക്കി ദുഷ്ടൻ അപഹരിച്ചു ഒരാടിനെ. യജമാനനോട് പറയും, സാരല്ല, ഞാൻ നിന്നെ ഇന്നല്ലല്ലോ കാണാൻ തുടങ്ങി, നീ അപഹരിക്കുന്ന ആളൊന്നുമല്ല, അതുകൊണ്ട് സാരമില്ല, എൻ്റെ നഷ്ടം ഞാൻ സഹിച്ചു, ഇനി കാത്തിരുന്നാൽ മതി. പക്ഷെ നല്ലിടയൻ പറയൂ, അങ്ങനല്ല യജമാനനെ, അത് കേവലം ആടല്ല, എൻ്റെ പ്രാണനാ. കണ്ടുകിട്ടും വരെ ഞാനതിനെ തിരയും. ഈ ഉദ്യമത്തിൻ്റെ പേരാ ശുശ്രൂഷ. ദൈവം ആഗ്രഹിക്കുന്ന അനവധി ആളുകൾ ഇന്ത്യ മഹാരാജ്യത്ത് കണ്ടുകിട്ടാൻ കാത്തിരിക്കുമ്പോൾ 99 ആടുകളെയും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് കാണാതെ പോയതിനെ തിരയുന്ന ആ നല്ല ഇടയന്റെ സേവനമാ, ശുശ്രൂഷയാ ഞാനും നിങ്ങളും ശിരസ വഹിച്ചെങ്കിൽ ഈ ഉദ്യമത്തിൽ ഇറങ്ങിത്തിരിച്ചവർ പരാജയപ്പെടില്ല. അതിന് ദൈവപരിശുദ്ധാത്മാവിന്റെ പ്രചോദനം. എന്നാൽ ആടിനെ തിരക്കി ചെല്ലുമ്പോഴാണ് കാണുന്നേ, അറവുശാലയെ കെട്ടി നിർത്തിയിരിക്കുക. അവിടെ മാംസം തൂങ്ങി ആടുക.
പക്ഷെ ഇടയൻ പ്രാണൻ വകവയ്ക്കാതെ തൻ്റെ ആടിനെ പേർ ചൊല്ലി വിളിക്കും. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയെ തിരിച്ചറിയും, അവ എന്നെ തിരിച്ചറിയും. ആത്മബന്ധത്തിന്റെ തീവ്രമായ ആ ശബ്ദമാണ് ഇന്ന് രാത്രി നമ്മെ കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. എൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന, എൻ്റെ കണ്ണീർ തിരിച്ചറിയുന്ന, എൻ്റെ വേദനയുടെ സ്പന്ദനം തിരിച്ചറിയുന്ന ഒരു നല്ല ദൈവം നമ്മുടെ ശബ്ദം ദൈവസന്നിധി മാത്രം ഉയർന്നുകൊണ്ടിരിക്കട്ടെ. ആ ശബ്ദം കെട്ടിടപെടുന്ന ഒരു മഹാദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഒരു ചർച്ചയിൽ നമ്മുടെ തന്നെ ഒരു സമാന്തര പ്രസ്ഥാനം, അന്യഭാഷയും ആത്മനിർവവും പ്രവചനമൊന്നും അവർ വിശ്വസിക്കുന്നില്ല, ഇന്നുണ്ടെന്ന്. ഒക്കെ ഇടയ്ക്ക് എവിടെയോ പോയി എന്നാണ് അല്ലേ. അപ്പം അവർ പറഞ്ഞു കാര്യമൊക്കെ ശരിയാണ്, നിങ്ങളുടെ ഈ ഒരു ആലയത്തിലൊക്കെ വന്ന നിങ്ങളുടെ ഈ പാട്ടും പ്രാർത്ഥനയൊക്കെ കേട്ടാൽ ഏതാണ്ട് ഒരു ചന്ത പോലെ, ചന്ത മാർക്കറ്റ്. നമ്മുടെ ആളിൽ കേൾക്കാനുണ്ട്, അവരങ്ങ് ക്ഷുഭിതരായിട്ട് എഴുന്നേറ്റ് ഇതൊക്കെ മാന്യമായിട്ട് സംസാരിക്കണ്ടേന്ന്. ഈ സംഭാഷണത്തിൽ എതിരാളിയോട് പുലർത്തേണ്ട ഒരു മര്യാദ ഉണ്ടല്ലേ, അത് വേണം. ഞാൻ പറഞ്ഞവിടെ ഇരിന്ന് മാത്രമല്ല, ആ സാറ് പറഞ്ഞത് മോശ ഉദാഹരണമല്ല, ആപ്റ്റായൊരു ഉദാഹരണമാണ്. ചന്ത പോലാണോ നമ്മൾ? ആണോ? അല്ല, ആന്ന് സംശയം വേണ്ട. നമ്മുടെ ആരാധന മാർക്കറ്റ് പോലെ. അയാൾ നല്ലൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ഞാനത് ശിരസാ വഹിച്ചു വിത്ത് ഗ്രേറ്റ് റെസ്പെക്റ്റ്. എൻ്റെ കാരണം എന്താ, പുതിയ തലമുറയ്ക്ക് അറിയില്ല, ചന്തയിലൊന്നും ഇപ്പം അങ്ങനെ ആളുകൾ പോക്കില്ലല്ലോ. പണ്ടൊന്ന് പോയി നോക്കണം. ഞാൻ ഒരു ഗ്രാമീണ കർഷകൻ്റെ മകനാണ്. ഞങ്ങളുടെ അച്ഛൻ ഈ വാഴക്കൊല വിൽക്കാനും അടയ്ക്ക വിൽക്കാനും ഒക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ കൂടെ പോവും. അങ്ങനെയൊക്കെ പോയിട്ടില്ലേ? സഹോദരന്മാരങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ചിലക്ക് ഇവർ അത്രയും പ്രായമൊന്നും എനിക്കില്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മിണ്ടാതിരിക്കുന്ന എനിക്ക് മനസ്സിലായി. വിനോദ് വാസ പോയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. കൊച്ചു പിള്ളേരാന്ന് കാണിക്കാനാ. ഇടയ്ക്കൊരിടത്ത് ഞാൻ ചോദിച്ചു, ഈ ആണ എന്നൊരു കണക്കുണ്ട്. അത് ഈ ഇന്ത്യയിൽ കേരളത്തിൽ ആദ്യം നടന്ന വസ്തു കച്ചവടം ഒരു സെൻറ്റിന് 4 അണയായിരുന്നു, 25 പൈസ. ഇതറിയാവുന്ന ചോദിച്ചിട്ട് പലർക്കും അറിയത്തില്ല ആണ. അതിനാന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാന വിഷയം ഇത്രേ ഉള്ളൂ, ഞങ്ങൾക്കത്രയൊന്നും പ്രായമായിട്ടില്ലെന്ന് തെളിയിക്കാനാണ്. പോട്ടെ. ഇപ്പം എന്ന് പറഞ്ഞ പോലെ ചന്തയിൽ കയറിയിട്ടുണ്ടാ, അവിടെ ഇരിക്കുന്ന ആള് വാഴക്കൊല വാങ്ങുന്നു, വിൽക്കുന്നു, നാരങ്ങ വിൽക്കുന്നു, മത്സ്യം വിൽക്കുന്നു, ബീഫ് വിൽക്കുന്നു, നല്ല കച്ചവടം നടക്കുക. വേണമെന്നവൻ വാങ്ങുന്നു, ഉൽപ്പന്നം അങ്ങോട്ടുള്ളവർ അങ്ങോട്ട് കൊടുക്കുന്നു. നല്ല രീതിയിൽ അവർ സംസാരിക്കുന്നു. സാറേ നാളെയും കാണണം, ചേട്ടാ കാണണം, വില വേശുന്നു. കുറേ കൂടെ നല്ല വില കിട്ടുമ്പോൾ അടുത്തടുത്ത് പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ചന്തയ്ക്കകത്ത് നല്ല സൂപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. പുറത്തുനിന്ന് നോക്കുന്നവന് വലിയൊരു എരപ്പും. ഇവിടെ അതല്ലേ കിടക്കണേ നമുക്ക് പ്രാർത്ഥന. പുറത്തു നോക്കിയാൽ ഒരു മഹാ എരപ്പാണ് നമ്മുടെ ആരാധന. അകത്ത് കിടന്നാൽ മനസ്സിലാകും ശക്തമായൊരു കമ്മ്യൂണിക്കേഷൻ. അവൻ നമ്മുടെ ശബ്ദം കേൾക്കുന്നു, അവൻ്റെ ശബ്ദം നമ്മളും കേൾക്കുന്നു. ആ പാരസ്പര്യമില്ലേ, ആ ബന്ധത്തിന്റെ പാരസ്പര്യം, അത് തിരിച്ചറിയാത്തവരെ ബർബരർ എന്നാ ബൈബിള് പറയുന്നത്. ഭാഷ മനസ്സിലാവുന്നില്ല, ആശയം മനസ്സിലാവുന്നില്ല. ഹല്ലേലൂയ. ഇതാ നല്ലിടയൻ. പിന്നെന്തിനാ വെറുതെ? കുറേ കാലം കഴിഞ്ഞ് ഈ കമ്മിറ്റ്മെൻ്റ് ഒക്കെ അവസാനിപ്പിച്ച് ഈ ഇടയന്മാർ വ്യാജം പ്രവർത്തിക്കാൻ തുടങ്ങി. 12 ആടിനെ കിട്ടിയ സ്ഥാനത്ത് നിന്ന് ഒരാട് പോലും ഇല്ല. പറയുകയാണ്, ഓരോ കഥകൾ പറഞ്ഞ് അറവിശാലയിൽ കൊണ്ട് ആടുകളെ വിറ്റ് അതിൻ്റെ നന്മയെല്ലാം നഷ്ടപ്പെടുത്തിയപ്പോൾ ഇടയന്മാരെ ആളുകൾ വെറുത്തു. ഞാനങ്ങനെ ഒരു ആഭ്യന്തര വിമർശനത്തിന് വേണ്ടി വന്നതല്ല, ഞാനൊരു ഇടയനാണ്. അത്തരം വിമർശനങ്ങൾക്ക് നമ്മുടെ വേദി ഉപയോഗിക്കാനും പാടില്ല. ഞാനെവിടെങ്കിലും ഇത്തരം കുടുംബകാര്യം കൺവെൻഷൻ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് സ്ഥലമുണ്ടല്ലേ, പാസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങും
സ്വകാര്യ മീറ്റിങ്ങും നാട്ടുകാരൻ കേൾക്കുന്ന ലൈവിലല്ല, ആഭ്യന്തര വിഷയം പറയണ്ടേ? ശരിയാണോ? അപ്പം എന്തിനാ പറഞ്ഞേ? നമുക്കത് പറയുന്നതിലും നല്ല നമുക്കൊന്ന് മാറി കാണിക്കാം, നമുക്കൊന്ന് ശ്രമിക്കാം. ഇടയൻ്റെ വേലക്ക് വിലയില്ലെങ്കിൽ അതിനൊരു വില ഉണ്ടാക്കാൻ നമുക്കൊന്ന് ശ്രമിക്കട്ടെ. അതാ ഇനിയുള്ള നമ്മുടെ കാലത്തെ ഉദ്യമം. പരിപാലനത്തിൻ്റെ പുത്തൻ വരങ്ങളെ പ്രാപിച്ച്, ശുശ്രൂഷയുടെ പുത്തൻ നിയോഗങ്ങളെ പ്രാപിച്ച്, ഇതുവരെ ആരും മുൻഗാമികൾ ചെയ്യാത്ത വിധത്തിൽ നസ്രായകനെ ഉയർത്തുന്നൊരു ശുശ്രൂഷയ്ക്ക് ഞാനും നിങ്ങളും ഒരുമിച്ച് തയ്യാറാകാൻ, അത് ചെയ്യാൻ തയ്യാറാകുന്ന ഇടത്ത് നഷ്ടപ്പെട്ടു പോയ ആ വില നമുക്ക് തിരിച്ചു കിട്ടും. അത് തിരിച്ചു പിടിക്കണം, അത് തിരിച്ചു പിടിച്ചേ പറ്റൂ. ഇന്ത്യ അത് ആവശ്യപ്പെടുന്നു, ലോകം അത് ആവശ്യപ്പെടുന്നു, നമ്മുടെ സഭ അത് ആവശ്യപ്പെടുന്നു. ശുശ്രൂഷകന്മാരിൽ നിന്ന് അത്തരം വലിയ മൂല്യങ്ങൾ, സമർപ്പണമുള്ളവരെ ഉപയോഗിക്കുന്ന ഒരു മഹാദൈവം. അതുകൊണ്ടാണ് അന്ന് വില കുറഞ്ഞ, അന്ന് മൂല്യം കുറഞ്ഞ ആ തൊഴിലെ സ്വന്തം ചുമലിൽ എടുത്തു വെച്ചിട്ട് കർത്താവ് പറയാ, ഞാൻ നല്ല ഇടയൻ. ഹല്ലേലൂയ. ആ ദൗത്യം ഞാൻ അവസാനിപ്പിക്കുന്നില്ല. അത് നിങ്ങളൊക്കെ കണ്ട് ആ വേലയെ അപഹസിച്ച് കാണും, ആ ശുശ്രൂഷ തെറ്റെന്ന് പറഞ്ഞു കാണും. തെറ്റെന്ന് ലോകം കരുതിയ ആ ശുശ്രൂഷയ്ക്ക് വില വരാൻ, അതിന് മൂല്യം വരാൻ, ഒരു നല്ല ഇടയൻ എന്താകുമെന്ന് കാട്ടിക്കൊടുത്തുകൊണ്ട് കാൽവറിയുടെ മലമുകളിൽ സ്വന്തം പ്രാണനെ വിട്ട് രക്തമൊഴുക്കി തന്ന, നമുക്ക് വേണ്ടി പ്രാണനെ തന്ന നസ്രായനായ യേശുവിനെയും അവിടുത്തെ വചനത്തെയും ആധാരമാക്കിക്കൊണ്ട് നമ്മൾ അറിയുന്ന സുവിശേഷത്തിന്റെ മഹിമ നമുക്ക് ഈ ദേശത്തോട് ഇങ്ങനെ പറയാം, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ തിരുനാമത്തിന് മഹത്വമർപ്പിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഇടയനെ വെറുത്തത് ഇതാണ് കാരണം. അത് നമ്മൾ തിരിച്ചു പിടിച്ചു. അടുത്ത തൊഴില് ചുങ്കം പിരിക്കുന്നുണ്ട്, ടാക്സ്. ഇതിനെന്തിനാ വെറുക്കുന്നേ? സർക്കാരിന് ടാക്സ് കൊടുക്കുന്നതിനെ വെറുക്കണം. അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഈ തന്നെ വരിക അല്ലേ? ഉദാഹരണം, നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ പഞ്ചായത്ത് മെമ്പറാകട്ടെ, MLA ആകട്ടെ, കേന്ദ്രമന്ത്രി ആകട്ടെ, കേരള മന്ത്രിയാകട്ടെ, ഇതെല്ലാം ദൈവമാക്കിയതല്ലേ? അല്ലേ? ആണെന്ന് ദൈവമാക്കിയ സംശയമില്ല. അങ്ങനെ ആ പുസ്തകത്തിലുണ്ട്, അത്യുന്നതൻ തനിക്ക് ഇഷ്ടമുള്ളവർക്ക് രാജ്യത്വം കൊടുക്കും. നമ്മൾ പിണങ്ങിയിട്ടൊന്നും കാര്യമില്ല. നമ്മളൊക്കെ ഇച്ചിരി മര്യാദ പഠിക്കണം. അതിനാ ചിലരെ ദൈവമാക്കിയേ. ശരിയല്ലേ? നമ്മൾ പറയും ഇത് ആര് വന്നിട്ടും കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് എന്നിട്ട് അവരാ ഉണ്ടാക്കിയ വഴി കൂടെ ഈ വന്നേ, അവർ തന്ന വെളിച്ചം കണ്ടായി വന്നേ, അവരിട്ട ട്രാൻസ്പോർട്ടും, അവരുണ്ടെന്ന ട്രെയിനും, അവരുണ്ടാക്കിയ ഫ്ലൈറ്റും, അവരുണ്ടാക്കിയ എയർപോർട്ടും, കേന്ദ്രവും കേരളവും ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഇതിനകത്ത് ബാധക. ശരിയല്ലേ? അങ്ങനെയാ. നമുക്കങ്ങനെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. മനസാക്ഷിക്കനുസൃതമായിട്ട് തീരുമാനം എടുക്കണം അല്ലേ? അതോ വേണ്ടേ? അതിനങ്ങനെ അങ്ങ് വിട്ടാൽ മതി. അതൊന്നും ഒരു വിവാദമായ കാര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ ആ വോട്ടിന് മൂല്യമുണ്ട്. ഭരണം വേണം. ഭരണഘടനയുള്ള കുഴപ്പമെന്താ? മുഖ്യമന്ത്രിയില്ല, പ്രധാനമന്ത്രിയില്ല, പഞ്ചായത്തില്ല, പോലീസില്ല. ഇങ്ങനൊരു ലോകം സങ്കല്പിക്കാം. അങ്ങനെ വന്നാൽ സ്ഥിതി എന്താണെന്നറിയോ? കൺവെൻഷന് പോകുമ്പോൾ, കഴിഞ്ഞ് പോകുമ്പോൾ കാറ്റാനം ടൗണ് കൈയടക്കി വെക്കുന്ന ഗുണ്ടകളാണ്. വെട്ടിപ്പാനൊക്കത്തില്ല, യോഗം നടക്കുകയില്ല. അതിന് അച്ചടക്കമുള്ളൊരു സിസ്റ്റം ലോകത്തുള്ളത് ഇന്നീ കാണുന്ന സംവിധാനം. അതിന് ചെറുതായിട്ടൊന്നും കാണില്ല. നമ്മുടെ രാജ്യത്തെയും ചെറുതായി കാണല്ല. എന്താ കാര്യം? തൊട്ടടുത്ത് കിടന്ന രാജ്യങ്ങളൊക്കെ പലയാവർത്തി പട്ടാളം ഭരിച്ചു. പാകിസ്ഥാൻ, മ്യാൻമാർ, ലങ്ക, ഇത്രയും ജാതി മതസ്ഥർ, ഇത്രയും വിഭാഗതയുള്ള ഈ രാജ്യം ഒരു മിനിറ്റ് പട്ടാളം ഭരിച്ചോ? ഇല്ല. അതാ നമ്മുടെ സംവിധാനത്തിൻ്റെ ശ്രേഷ്ഠത. അതൊക്കെ വലിയ കാര്യമല്ലേ? പിന്നെ ഉള്ള പോലെ കാണണം. ഇപ്പം ചുങ്കം ടാക്സ് കൊടുക്കണ്ടല്ലേ? കൊടുക്കണം. പക്ഷെ കുഴപ്പമെന്താ? ഇതൊരു ഭീകരമായ ചുങ്കം അടിച്ചേൽപ്പിച്ചാലോ? തിരുവിതാംകൂർ രാജാക്കന്മാർ നമ്മളോട് 108 വിധ കരം പിരിച്ചു. മീശ വെക്കാൻ വരെ കരമടയ്ക്കണമായിരുന്നു. എനിക്കൊന്നും അതുകൊണ്ട് അമ്മളി പലരും എനിക്ക് കഴിഞ്ഞിടയ്ക്ക് അത് ഇവിടെ കിട്ടി. ആ കരത്തെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ
ഇല്ല, എനിക്കിന്നൊരു മനസ്സിലായിട്ടില്ല നമ്മളെന്തിനാ ക്ലീശ ഒന്നും എനിക്ക് എല്ലാം പിടികിട്ടില്ല. എന്നോട് അന്നൊക്കെ പിള്ളേർ പൈപ്പിടെ ക്യാമ്പിനൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കും നമ്മളങ്ങനെ ഇങ്ങനെ ആയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ പറയുന്നത് ഈ അച്ചാന് മീശയില്ല അതുകൊണ്ട് ഞാനും വെച്ചിട്ടില്ല, എനിക്ക് മീശയില്ല അതുകൊണ്ട് എൻ്റെ താഴെയുള്ള പിള്ളേർ വെച്ചിട്ടില്ല, വേറൊന്നും നമുക്കറിയത്തില്ല. പിന്നെ മനസ്സിലായത് മീശ വെക്കാൻ നികുതി കിടക്കണമായിരുന്നു, മീശക്കരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മുടി മുറിക്കാൻ കരം, തലക്കരം, മുടിക്കരം, കിടക്കരം, കുടിക്കര, ഏഴ, കോഴ, അങ്കം, ചുങ്കം, തപ്പ്, ഏതാണ്ട് 108 വിധ കരം. ഞാനത് ആഗസ്റ്റ് 15 ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പിരിച്ചു. എന്തിന്? ഇസ്രായേലിൽ ചെല്ലുക, ഒരുവൻ ജനിച്ചു വീണാൽ കരം. അതിനായി യേശു തൻ്റെ ശരീരത്തിന് കരം കൊടുക്കുക. തൻ്റെയും പത്രോസിൻ്റെയും നികുതി ജനിച്ചാൽ മതി കരം അടയ്ക്കണം. ചതുർദ്രഹ്മപ്പണം നമ്മുടെ അറബിൻ രാജ്യത്തെ കോയിനാണ്, ദറംസ് ആണ് ഈ ദ്രഹ്മ. ചതുർദറംസ്, 4 ദറംസ് അടക്കേണ്ടി വരും കരം. ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണെന്ന് അർത്ഥം അല്ലേ? പുസ്തകത്തിൽ നിന്ന് പോയ ആശയങ്ങളേ ഉള്ളൂ, ലോകത്തല്ല. ചതുർദ്രഹ്മപ്പണം കൊണ്ട് കടം വീട്ടി. അപ്പോൾ കരം അടയ്ക്കണം. പക്ഷെ അന്നത്തെ പ്രശ്നം എന്ന് പറയണ്ടേ, പലതരം കരവാ. ഒന്ന് പ്രാദേശിക രാജാവായ ഹെരോദാ പിരിക്കും, ആ കൂടെ നമ്മുടെ പീലാത്തോസ് എന്ന റോമൻ പ്രതിനിധി പിരിക്കും, ആ കൂടെ ചക്രവർത്തിക്ക് നേരിട്ട് അടയ്ക്കണം. പലതരം കരം. ഇത് പിരിക്കാൻ വെച്ചിരിക്കുന്ന ലോക്കൽ ആളുകളെയാണ്. യഹൂദന്മാരിൽ നിന്ന് കരം പിരിക്കാൻ യഹൂദന്മാരെ ഏർപ്പെടുത്തിയാൽ അവർ തമ്മിൽ അടിച്ചോളുമല്ലോ എന്ന് ഓർത്തി ഇത് അങ്ങോട്ടും. ചിലരും ബുദ്ധി. അപ്പോൾ മത്തായി സക്കായിയും ഒക്കെ കരം പിരിക്കുക. ഈ കരം പിരിച്ച് വരുമ്പോൾ ആ കരം പിരിക്കുന്ന രീതി കേട്ട ഭീകരമാണ്. പക്ഷികളുടെ മുട്ടയ്ക്ക്, വളർത്തുപക്ഷികളുടെ മുട്ടയ്ക്ക് കരം അടയ്ക്കണം. വലവീശി ചൂണ്ടയിട്ടുമൊക്കെ പിടിക്കുന്ന മത്സ്യത്തിന് കരം കൊടുക്കണം. നമ്മുടെ ശരീരത്തിന് തന്നെ കരം കൊടുക്കണം. ഒരു കുഞ്ഞ് ജനിച്ചാൽ കരം കൊടുക്കണം. നോക്കുന്നത് കരമാണ്, അതെല്ലാം കൊടുക്കണം. എൻ്റെ ഭീകരത, ഒരാൾ മരിച്ചാൽ ജൂതന്മാരുടെ രീതി അനുസരിച്ച് ഈ ബോഡിയുടെ സ്റ്റിഫ്നെസ് മാറും മുമ്പ് അടക്കണമെന്ന്. മനുഷ്യൻ മരിച്ചു, അടുത്ത കാര്യം എന്താ? അടക്ക്. നമ്മൾ ഓവർസീർ വരണമെന്നും പറഞ്ഞ് കാത്തു നിൽക്കുന്നേ, ക്ഷമിക്കണം, അല്ല ഇന്നാര് വരണം കാത്തു നിൽക്കുക. അന്നേരം അറിയുന്നു കട്ടപ്പനയിൽ നിന്ന് ചാച്ചൻ പുറപ്പെട്ടിട്ടേ ഉള്ളു, എത്തിയില്ല. അന്നേരം പറയാം കുറെ കൂടെ പാട്ട് പാടണം. എന്നാൽ ഇത് പബ്ലിക്കിനും അറിയത്തില്ല. ആളുകൾ വിചാരിക്കും നമ്മൾ പ്രസംഗിച്ച് നീട്ടുക എന്നൊന്നും അല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ MLA വരുന്നു, മന്ത്രി വരുന്നു, ഇങ്ങനെ നമ്മുടെ ഈ നീണ്ടു വന്നു. പക്ഷെ ജൂതൻ അങ്ങനെ നീട്ടില്ല, പെട്ടെന്ന് നടക്കും. തെളിവൂടെ നിങ്ങൾക്ക് തരാം. അനന്യാസ് മരിച്ചു, സഫീറ വരാൻ വേണ്ടി കാത്തു നിന്നില്ല, അടുത്ത നടക്കാം. അതവരുടെ രീതി. പക്ഷെ ഒരു തടസ്സമുണ്ട്. മരിച്ചുപോയി എന്നറിഞ്ഞ വീട്ടിലേക്ക് മത്തായി വരും, അല്ലേ സക്കായി വരും. ആരാ മരിച്ച? ഇന്നാര്. ആരാ ഉത്തരവാദിത്തപ്പെട്ടെ? വന്നേ, എൻ്റെ പപ്പ കുറേ ടാക്സ് അടയ്ക്കാനുണ്ടല്ലോ. അയ്യോ സാറേ അത് തന്നില്ലേ, കർമ്മം നടത്താൻ പുരോഹിതനെ അനുവദിക്കുകയില്ല, അടക്കാൻ പറ്റില്ല. അങ്ങനെ പിടിച്ചു വാങ്ങും പണം. എന്നിട്ടും തീരില്ല, അവശേഷിക്കുന്നത് മകൻ്റെ പേരിൽ എഴുതും. തൊട്ടടുത്ത ദിവസം ഈ മകൻ മാർക്കറ്റിൽ ചെന്ന കുട്ടിക്കോ, മരണസ്ഥലമല്ലേ നമ്മുടെയൊക്കെ നാട്ടിലെ രീതി പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ വാടകയ്ക്കെടുത്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ മത്തായി അവിടെ വെച്ച് പിടിക്കും. മത്തായി വരുന്നു എന്നുള്ള കണ്ണ് വെട്ടിച്ച് നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ സക്കായി അപ്പുറത്ത് നിൽക്കും. പിടി ഉറപ്പാ. and ഇവരെ കാണുമ്പോഴേ അങ്ങ് ശാപം. ആ വെട്ടിക്കുന്ന പൈസയുടെ നല്ലൊരു ഭാഗം വീട്ടിൽ കൊണ്ടുപോകും. ഒരു മഹത്വം ഇല്ലാത്ത പണി. അണ്ട് ഈ വീട്ടിലേക്ക് പെമ്പിള്ളേരെ അയക്കാൻ ആളുകൾ ഭയന്നു. കല്യാണം കഴിച്ചേ കുഞ്ഞുങ്ങളെ, ആ ഭക്ഷണം നമുക്ക് വേണ്ട. അനവധി മനുഷ്യന്റെ കണ്ണീരാ, അനവധി ആളുകളുടെ ശാപമാ. അത്തരം നന്മകളൊന്നും നമുക്ക് വേണ്ട. ഇവരെ അങ്ങ് വെറുത്തു. ആ വീടിനെ വെറുത്തു. അമ്പരചുംബികൾ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ടേ, കുതിരവണ്ടികൾ ധാരാളമുണ്ടേ, കാളയിൽ സമ്പത്തുമുണ്ടേ, മക്കളൊക്കെ നല്ല നിലയിലാ. അതുവഴി യാത്ര ചെയ്യുമ്പോൾ നാട്ടുകാരൻ പറയും എന്തുമാകട്ടെ, സമ്പത്തിന്റെ വഴി ഇതാണെങ്കിലേ അതിലൊരു ശാപം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറക്കൊന്നും ഇത്തരം ശാപം വേണ്ട.
കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് ഒരു സമ്പന്നന്റെ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതല്ല. സമ്പത്ത് എത്ര ഉണ്ടാകട്ടെ, അതിന്റെ വഴി കൃത്യമായിരിക്കണം. അനുഗ്രഹത്തിന്റെ വഴിയാകണം, ദൈവകൃപയുടെ വഴിയാകണം. എങ്കിലേ ആത്മസന്തോഷം ഉണ്ടാകൂ. ബാക്കി ഇതൊക്കെ കിട്ടും. പക്ഷേ എവിടെയോ ഉരുത്തിരിയുന്ന ഒരു വലിയ മനുഷ്യന്റെ കണ്ണീരിന്റെ ചിലതരം ശാപങ്ങൾ ഇങ്ങനെ പടർന്നു കളിക്കുമ്പോൾ ഇവർക്കും ആഗ്രഹമുണ്ട്, ഇത് എവിടെങ്കിലും കൊണ്ടൊന്ന് ഉപേക്ഷിക്കണം, ഒന്ന് ശരിയാകണം. ഈ ഗുണ്ടാപ്പണിക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു അവസ്ഥ ഇതാ. അവന് ഇതൊന്ന് നിർത്താൻ ആഗ്രഹിക്കുമ്പോഴാണ് പുതിയൊരുത്തം കൊട്ടേഷനായിട്ട് വന്നിട്ട് പറയും, നീ ഇന്നും കൂടെ. ഇവൻ വീണ്ടും പോകും. ചീട്ടുകളി അവസാനിപ്പിക്കണമെന്ന് ഒരുത്തൻ ആഗ്രഹിക്കും. ആ ചെല്ലുന്ന വഴിക്ക് കൂട്ടുകാരൻ പറയും, എടാ ആള് തികയാതിരിക്കുക, നീ ഒന്ന് ഇരിക്കുക, ഒരു തവണ കൂടി. മദ്യം ഉപേക്ഷിച്ചവനെ കണ്ടിട്ടേ കൂട്ടുകാരൻ പറയും, എടാ ഇന്നൊരു വിശേഷ ദിവസമാണ്, ആണുങ്ങൾ ഇങ്ങനെ ആയാൽ മതിയോ, നീ വീട്ടിലോട്ട് വാ, കുഞ്ഞിന്റെ ബേർഡേയാ, അന്നുകൊണ്ട് ആഘോഷത്തിന് ഇതേ. ചിലതരം അഡിക്ഷനെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇരട്ടി ബലത്തോടെ ഇത്തരം ഇരുട്ടിന്റെ ശക്തികൾ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അവരെ തിരിച്ചു പിടിക്കുന്ന ഉജ്ജ്വലമായൊരു പ്രവൃത്തിയാണ് ആത്മനിറവിന്റെ ശുശ്രൂഷ. അവരെ തിരിച്ചു പിടിക്കണം. അത് ഈ വഴക്ക് പറഞ്ഞൊന്നും അല്ലെന്നേ, ചീത്ത പറഞ്ഞൊന്നും അല്ല. കർത്താവ് അവിടെ മാതൃക. മത്തായിയെ കണ്ടു വഴക്ക് പറഞ്ഞോ? ബോധവൽക്കരണം നടത്തിയോ? എത്ര കേസുണ്ടാക്കിയടാ നീ, ഈ കാണിക്കുന്നത് ശരിയാണോ? ഏയ്, ശക്കായിയോടും മത്തായിയോടും ഒന്നും യേശു ഇത് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. എല്ലാം പറഞ്ഞോ? ശമരിയാസിനോടും എല്ലാം പറഞ്ഞു. ഇതാ നമ്മുടെ കർത്താവ്. ലോകം മുഴുവൻ വഴക്ക് പറയാൻ കാത്തുകെട്ടി നിൽക്കുക. 100 കുറ്റം പറഞ്ഞ് വിലയും നിലയും കളഞ്ഞ് സമൂഹത്തിൽ ആക്ഷേപിക്കാൻ കാത്തു നിൽക്കുമ്പോൾ ഒരു കുറവും പറയാതെ മാറോട് അടുക്കി പിടിച്ച മഹാസ്നേഹം യേശുവാ. കുറ്റം പറയാത്ത ആ മഹാസ്നേഹിതനാ നമ്മുടെ പരമഗുരു. അവനെ ചൂണ്ടിക്കാട്ടിട്ട് പറയാ, അവന് തുല്യനായി ഒരുവനുമില്ല. അവൻ സ്നേഹിച്ച കൊണ്ടാ എനിക്ക് ജീവിതത്തിന് വില വന്നത്. അവന്റെ കാരുണ്യമാ എന്റെ ജീവിതത്തിന്റെ ആകത്തുക. ഉലകം മുഴുവൻ പരിഹസിച്ചപ്പോൾ, ഒറ്റപ്പെടുത്തിയപ്പോൾ, വീട്ടിലും നാട്ടിലും നിയമവും ഒറ്റപ്പെടുത്തിയപ്പോൾ, കോടതി മുറികളിലിട്ട് വിചാരണ ചെയ്ത് തലങ്ങും വിലങ്ങും 100,000 കമന്റുകൾ വന്നപ്പോൾ എനിക്ക് വില തന്നവൻ യേശുവാ, എനിക്ക് പദവി തന്നവൻ യേശുവാ. ആ പദവി എന്നിൽ നിന്ന് അപകരിക്കാൻ ലോകത്തിലൊരുവനും കഴിയുകയില്ല. അത് എന്റെ യജമാനൻ എനിക്ക് തന്നിട്ടുള്ള വിലയാ, ആ മൂല്യമാ. അപകരിച്ചെടുക്കാൻ കഴിയാതെ ഞാൻ യജമാനോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. ആ സന്തോഷത്തിലാ സക്കായി പറഞ്ഞേ, ചതിവായി വാങ്ങിയത് ഞാൻ തിരിച്ചു കൊടുക്കുക. ഇരട്ടി തിരിച്ചു കൊടുത്തേക്കാം. അപ്പോഴും കർത്താവ് ഒന്നും പറഞ്ഞില്ല. നീ കൊടുക്ക് അല്ലേ? എൻ്റെ അർത്ഥം എന്താ? കർത്താവിനെ കണ്ട നമ്മളിതെല്ലാം അങ്ങ് ചെയ്തു പോകുന്നു. കർത്താവ് തൊട്ടടുത്ത് വന്ന് അറിയാതെ അങ്ങ് ചെയ്തു പോകുന്നു. ഇടപാടുകൾ ക്രമീകരിച്ചു പോകുന്നു. റിക്കൺസിലിയേഷൻ ഉണ്ടാകുമെന്ന്, ഹൃദയം അങ്ങോട്ട് തുറക്കുന്നു. കാരണം എന്താ? കർത്താവ് ഇത് മൊത്തം പോയാലും നീ എനിക്ക് തന്ന സന്തോഷമാ ജീവിതത്തിൽ ഞാൻ വിലമതിക്കുന്നത്. ആ സന്തോഷത്തിന് തത്തുല്യമായി മറ്റൊന്നുമില്ല. അത് അടിയറ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പിടിച്ചെടുത്തത്, കിട്ടിയത്, ജോലി ചെയ്ത് നേടിയത്, അപ്പൻ എനിക്ക് തന്നത്, പരമ്പരാഗതമായ സ്വത്ത് ഒക്കെ പൊക്കോട്ടെ. എന്റെ സന്തോഷം എന്നിൽ നിന്ന് അകറ്റാൻ ഇവയ്ക്കൊന്നും കഴിയാത്ത വിധത്തിൽ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒരു ശക്തിക്കും വേർപിരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ എനിക്ക് മുമ്പോട്ട് പോകണം. നമ്മളെ ഈ പൊരുതി പിടിച്ചതും പിടിച്ചെടുത്തതും ഒന്നും പ്രയോജനപ്പെടുകയില്ല. സ്തോത്രം. ഞാൻ പറയും, ലോകത്തിലെ പൈശാചിക ശക്തികൾ അതിൻ്റെ നിഗൂഢത ഏറ്റവും കാണുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് ഹോസ്പിറ്റലാണ്, ഒന്ന് പോലീസ് സ്റ്റേഷനാണ്, ഒന്ന് കോടതിയാണ്. മോശമായിട്ട് പറഞ്ഞല്ല കേട്ടോ. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലേ, ദൈന്യത നിറഞ്ഞ കണ്ണുകളെ, പെട്ടെന്ന് ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസ്, രക്തം കിട്ടാൻ നിർവാഹമില്ലാതെ അലയുന്ന കുറേ മനുഷ്യരെ, ഉച്ചഭക്ഷണമില്ലാതെ കരയുന്ന കുഞ്ഞുങ്ങളെ, ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ആളിൻ്റെയും മുഖം നോക്ക്, ഒരു പ്രസരിപ്പില്ല, ഉന്മേഷമില്ല. എന്താ കാര്യം? പൈശാചിക ശക്തികളുടെ ഒരു നിഗൂഢത അവിടെ വ്യാപരിക്കുന്നു. നീതി തേടിപ്പോകുന്ന കോടതി വളപ്പിൽ എന്താ സംഭവിക്കുന്നത്? പൊരുതി വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത എൻ്റെ വിജയം ഞാൻ ആഘോഷിക്കാൻ വരുമ്പോഴേക്ക് അപ്പുറത്ത് ആ കുറ്റം ചെയ്തവൻ്റെ ഭാര്യ നിൽക്കുന്നു, മക്കൾ നിൽക്കുന്നു, അവരെ പ്രിയപ്പെട്ടവരൊക്കെ നിൽക്കുന്നു. നോക്കിക്കേ, ആ കണ്ണുകളിൽ ഒരു ദൈന്യത. ഗൾഫിലൊക്കെ ചെല്ല്, തലവെട്ടാൻ വിധിക്കപ്പെട്ട് വിധി കാത്ത് കഴിയുന്ന മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പിരിവെടുക്കുക.
ആ പണം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത് അവൻ കാത്തു നിൽക്കുമ്പോൾ പ്രാണന് വേണ്ടി കെഞ്ചുന്ന കുഞ്ഞ് അപ്പുറത്തുണ്ട്. അതുകൊണ്ട് പൊരുതി നേടുന്ന ഒരു വിജയവും വിജയമല്ല, ഒരു വിജയവും വിജയമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പിടിച്ചെടുക്കുന്ന പൊരുതി നേടുന്നതൊക്കെ നല്ലതെന്ന് നമുക്ക് തോന്നും, ആത്യന്തികമായി അത് സംഭവിക്കുന്നത് ദോഷമാണ്. യാക്കോബിനോട് ചോദിച്ചാൽ പറയും അതിൻ്റെ കഥ പൊരുതി നേടി പിടിച്ചെടുത്തത് ആജീവനാന്തം അവന് ഗ്രഹിച്ചിരുന്ന ഒരു വേദനയുടെ ഒരു അസ്വസ്ഥത അനുഭവമില്ലേ? നമുക്കിന്ന് രാത്രി പറയാം, തമ്പുരാനെ ഞങ്ങൾക്കുള്ള പോരാട്ടം ഇരുട്ടിന്റെ ശക്തികളോടാ, ഒരു മനുഷ്യനോടും പോരാടി ഒന്നിനും പിടിച്ചെടുക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ ദയാവായ്പാണ്, നിന്റെ കൃപയാണ്. എൻ്റെ ആത്മസുഖം കളയുന്ന, എൻ്റെ ആരാധനയുടെ സന്തോഷം കളയുന്ന, എൻ്റെ ആത്മനിർവൃതിയെ കളയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല. എനിക്ക് വേണ്ടത് നിന്റെ കൃപ, ഞാൻ ആയിരിക്കുന്ന നിന്റെ കൃപ, ഞാൻ ആകേണ്ടത് നിന്റെ കൃപയിലേക്ക്. ഈ ബോധത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിനൊപ്പം നിൽക്കണം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള മത്തായി ചുങ്കസ്ഥലത്ത് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുക. യേശു അതുവഴി വന്നു, അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു എൻ്റെ കൂടെ പോരാൻ. ഒറ്റ വിളിയ. മത്തായി എല്ലാം കളഞ്ഞിട്ട് യേശുവിൻ്റെ കൂടെ പോരുക. കാരണം ഇതൊന്ന് ഇറക്കി വെക്കാൻ അയാളും ആഗ്രഹിച്ചതാ. വിഷമത ഇറക്കി വെക്കാൻ ഒരു ഇടമില്ലെന്നേ. എവിടെയാണ് നമ്മൾ നമ്മുടെ സങ്കടം ഇറക്കി വെക്കുക? ഒരിടം കണ്ടിട്ടുണ്ടോ? ആരോടാ പറയുക? വിശ്വസ്തരെന്ന് കരുതുന്ന മനുഷ്യരും നമ്മുടെ പരിമിതികളെ ആഘോഷിക്കാൻ കാത്തു നിൽക്കുക, കുടുംബ തകർച്ചകളെ ആഘോഷിക്കാൻ കാത്തു നിൽക്കുക. ഞാനിത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും എൻ്റെ കുറവ് കണ്ടുപിടിച്ചിട്ട് ആഘോഷിക്കാൻ കാത്തു നിൽക്കുക. കൗൺസിലിംഗ് വിദഗ്ധന്റെ അടുത്തല്ലേ പരിഹാരമൊക്കെ നിർദ്ദേശിച്ചിട്ട് വലിയൊരു ഫീസാ ചാർജ് ചെയ്യുന്നത്. അവൻ്റെ കുഴപ്പമല്ല, അവൻ പഠിച്ചതുപോലെ കഷ്ടപ്പെട്ട ആശ്വാസമല്ല. പക്ഷേ ഹൃദയം തുറന്നെൻ്റെ വേദനകളെ ഒപ്പിയെടുത്ത് എന്നേക്കും പരിഹരിക്കുന്ന ശാശ്വത സങ്കേത നഗരം നമ്മുടെ കർത്താവാണ്. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ആശ്വാസപ്രദനെ അയച്ചു തന്ന് നേരായ പാതകളിൽ നീ എന്നെ നടത്തുന്നു. ആ വേദനകൾ തുറന്നു പറയാനുള്ള നമ്മുടെ മീഡിയമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഏകാഗ്രതയ്ക്കുള്ളിൽ, ഏകാന്തതയ്ക്കുള്ളിലേക്ക് ഒരു ശത്രുവിനും പ്രവേശമില്ല. അതിന് പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് ചുറ്റും വ്യക്തമായ ഒരു പ്രാർത്ഥന ചങ്ങലക്കുള്ളിൽ ദുഷ്ടനെ ദൂരീകരിച്ച് ഏകാഗ്രത കാത്തിരിക്കുക. ആ ദൈവ ശബ്ദം കേൾക്കുക. ഒന്നുറപ്പിച്ചു ദൈവമക്കളെ, പ്രാർത്ഥിച്ചു പ്രാപിച്ചതൊന്നും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരത്തില്ല. പിടിച്ചെടുത്തതൊക്കെ പോകട്ടെ, അന്യായമായി വന്നതൊക്കെ പോകട്ടെ, അന്നത്തെ വാശിയുടെ പേരിൽ കിട്ടിയതൊക്കെ പോകട്ടെ. മനുഷ്യനിൽ ഈഗോ ഉണ്ട്, നമ്മളിൽ ഉണ്ട്, മനുഷ്യരായിപ്പോയി. അങ്ങനൊക്കെ കിട്ടിയതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് പറയാ, ഞാനാകുന്നത് നിന്റെ കൃപ, എനിക്ക് വേണ്ടത് നിന്റെ ഹിതം, നിന്റെ പദ്ധതികളിലൂടെ, നിന്റെ വഴികളിലൂടെ നടക്കാൻ നീ എന്നെ പഠിപ്പിക്കണമേ എന്ന് പറയുന്ന ദൈവഹിതം അന്വേഷിക്കുന്ന ആ പ്രാർത്ഥന. ഞാനതിൻ്റെ വലിപ്പം അറിയുന്നത് നമ്മുടെ കർത്താവിൽ നിന്നാണ്. എന്നെ ഏറ്റവും ആവേശഭരിതമാക്കുന്നത് ഗെത്സമനയിലെ പ്രാർത്ഥനയാണ്. അവിടെ പറയാം, അവൻ പ്രാണവേദനയിലായി. പ്രാണവേദനയിലെ പ്രാർത്ഥനയും മൈക്കിനകത്തൂടെയുള്ള പ്രാർത്ഥനയും രണ്ട് ഫീലാണ് അല്ലേ? നമ്മൾ പറയല്ലേ, ഇന്ന ദിവാസന്മാർക്ക് പ്രാർത്ഥിക്കാനൊരവസരം. നല്ലത്, അങ്ങനെയൊക്കെ വേണം. ഒരു പൊതു സംവിധാനം അതാ. പ്രാണവേദനയുള്ളവരെ ഇവിടെ നിന്ന് കൊണ്ട് നിർത്തി നോക്കിയേ, പ്രാർത്ഥന വരത്തില്ല, വാക്കുകൾ തട്ടും അല്ലേ? പക്ഷെ എഫക്റ്റ് ഏതാ? പ്രാണവേദന. ആ പ്രാർത്ഥന പ്രാണൻ തന്നവനെ അറിയത്തുള്ളൂ. കണ്ടു നിൽക്കുന്നവർ പറയും അവൾ മദ്യപിച്ചിട്ട, പക്ഷെ അവൾ ശബ്ദം പുറത്തു വരാതെ പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് വലിയൊരു വ്യസനമുണ്ട്. ആ വ്യസനം പ്രവാചകൻ പറയാ, യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചു വെച്ചു. ആ ഏലി പുരോഹിതന്റെ കാര്യത്തിലും ഇതേ കാര്യം തന്നെ അറിയാം. അവിടെ ഉള്ളിൽ ത്രസിച്ചു വരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പുരോഹിതൻ അതറിയില്ല.
പലർക്കും അറിയാത്ത ആ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം മറച്ചു വെച്ച് എന്തിനാ? നിന്റെ വില നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, മൂല്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മളുടെ ഇടപെടൽ പൂർണ്ണമാക്കാൻ ദൈവം നമുക്ക് വെട്ടിത്തെളിച്ചു തന്ന പാതയാ പ്രാർത്ഥന. അത് നമ്മുടെ ജയത്തിന്റെ വഴി, മറ്റാർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത ആ വഴി. പ്രാണവേദനയിൽ പ്രാർത്ഥിച്ചു പുറത്തു വരുന്ന യേശുവിനെ നോക്കി ചർച്ചയിൽ ആളുകളൊക്കെ പറയും, ഇത്ര ശക്തനായ യേശു എന്തിനാ കരഞ്ഞേ? എന്തിനാ പ്രാർത്ഥിച്ചേ? ഇത്ര കരുത്തനാ, ഇത്ര ശക്തനാ, കരയേണ്ട കാര്യമുണ്ടോ? പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അതിനൊരു ഉത്തരവുണ്ട്. പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഒരു പ്രാർത്ഥന ആവശ്യമില്ലാത്തവൻ്റെ പേരാ യേശു. അങ്ങനെയാ. പക്ഷെ ഒരു കാര്യം, ഒരു പ്രാർത്ഥനയും ആവശ്യമില്ലാത്തവൻ മുഴുവൻ പ്രാർത്ഥിച്ചെങ്കിൽ പ്രാർത്ഥന ആവശ്യമുള്ള നമ്മൾ എന്തു വേണമെന്നായി കാണിക്കുന്നേ? ഹല്ലേലൂയ. അതാ ജഡത്തിൽ വന്ന് കാട്ടിത്തരിക എന്തു വേണം. അടുത്തതുണ്ട്, പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറക്കുക. നമ്മൾ എന്തിനാ പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറക്കുന്ന? വിടുതലാന്നാ ഓർക്കുന്നത്. വിടുതലായിരുന്നോ? ഗത്സമന വളഞ്ഞ് കൈ പന്തം പിടിച്ച് കുന്തം കയ്യിലെന്തി ആയുധധാരികളായി കവചം ധരിച്ച് ഒരു വലിയ സൈന്യം ഈ ഗത്സമനെ അങ്ങ് വളഞ്ഞു. ഗത്സമനെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതിലെ ഓടി രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ വഴിയുണ്ട്. കാരണം മുകളിലാണ് ഒലിവുമല. ഒലിവുമല കയറിപ്പോകാൻ സാധാരണ പടയാളിക്ക് ആ ഷൂസ് ഇട്ടൊന്നും കയറുന്ന എളുപ്പമല്ല. അതുവഴി കയറിപ്പോയാൽ മതി. അങ്ങോട്ട് ചെന്നാൽ അതിൻ്റെ മറുവശത്താണ് യേശുവിന് ഏറെ പ്രിയപ്പെട്ടൊരു വീടുണ്ട്, നമ്മുടെ ലാസറിൻ്റെ വീട്. ഗസമനയുടെ അങ്ങേ ചെരുവില്ല, ബെഥാന്യ. അവിടെ എങ്ങാനും പോയി ഒളിച്ചിരുന്നാൽ മതി. മാർത്തയും മറിയൊക്കെ ചായ കൊണ്ട് കൊടുക്കും. കർത്താവ് ഇവിടെ ഇരുന്നു, ഒരു വിഷയമില്ല. അങ്ങനെ ഇരുന്ന യേശുവിനെയാണേ നമ്മൾ ഇന്ന് ആരാധിക്കാൻ വരുമോ? അഭിമാന പുരസരം പറയാൻ പറ്റുമോ? അവൻ ഒന്നിൻ്റെയും മുമ്പിൽ ഒളിച്ചു നിൽക്കില്ല. ചങ്കുറപ്പുള്ളവന്റെ പേരാ യേശു. അല്ലല്ലോ, കരുത്തുള്ളവന്റെ പേരാ യേശു. ഒന്നിനും വഴിമാറാത്ത യഹൂദാ ഗോത്രത്തിലെ സിംഹമായവന്റെ പേരാ യേശു. അല്ലയോ സൈനിക മേധാവികളെ, അറസ്റ്റ് ചെയ്യാൻ വരുന്നവരെ, ഇത് സിംഹമാ. ആരെന്നാ നിങ്ങൾ ധരിച്ചത്? ഒരു കുഞ്ഞാടിനെ പിടിക്കാൻ വരുന്നത് പോലെ വരിക. പക്ഷേ അവൻ ഗർജിച്ചു തുടങ്ങും, അവൻ ഇടപെട്ടു തുടങ്ങും. ആർക്കും പിടിച്ചു നിൽക്കാനാവാത്ത വിധത്തിൽ അവന്റെ കരുത്തിന്റെ ശക്തി നിങ്ങളൊന്നറിയും. പുറത്തേക്ക് ഇറങ്ങി വന്ന യേശു അറസ്റ്റ് ചെയ്യാൻ വരുന്നവരുടെ ചോദ്യം, നിങ്ങൾ ആരെ തിരയുന്നു? മറുപടി, നസ്രയനായ യേശുവിനെ. അത് ഞാനാ. ഈ ധൈര്യം കിട്ടിയതേ ഗത്സമനയിലെ പ്രാർത്ഥനയാ. മുത്തച്ഛനായ ദാവീദ് ഇത് ചെയ്തിട്ടുണ്ട്. ആ കാലത്തും ഉച്ചയ്ക്കും സന്ധ്യയ്ക്ക് സമയത്തും സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും. കരയുന്നൊരു രാജാവിനെ പ്രജകൾ ഇഷ്ടപ്പെടുന്നില്ല, കരയുന്ന രാജാവിനെ ഭാര്യ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ധീരനെയാ ഞാൻ വിവാഹം കഴിച്ചത്. മീകൾ പറയുക, കണ്ടില്ലേ അവനിങ്ങനെ പെട്ടകത്തിന് മുമ്പിൽ തുള്ളുന്നു, വികാരാധീനനാകുന്നു, കണ്ണീര് വഴിക്കുന്നു. ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഏകാഗ്രതയിൽ കാലത്തും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുന്നവന്റെ തനി രൂപം നിങ്ങൾക്ക് കാണണമോ? ഇതേ മനുഷ്യൻ വിളിച്ചു പറയാ, ഞാൻ കരയും, ഞാൻ സങ്കടപ്പെടും, ഞാൻ വിലപിക്കും. പക്ഷേ ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയ, യുദ്ധസന്നദ്ധരായി വന്നാൽ, ആയുധം ധരിച്ചു വന്നാൽ, എനിക്ക് യുദ്ധം നേരിട്ടാൽ നിർഭയമായി ഒറ്റയ്ക്ക് നിന്ന് പൊരുതുവാൻ അവൻ പോരിനെന്റെ വിരലുകളെ, യുദ്ധത്തിനെന്റെ കൈകളെ അഭ്യസിപ്പിക്കുന്ന മഹാദൈവം താമരജാപം കുലച്ച് വരട്ടെ, ഏത് ശക്തി കൊണ്ടും വരട്ടെ. നീ നിന്ദിക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാനിതാ നിനക്കെതിരെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പ്രാപ്തി തരുന്നതേ ആ പ്രാർത്ഥനയുടെ ബലമാ, ആ പ്രാർത്ഥനയുടെ ശക്തിയാ. ഹല്ലേലൂയ. അങ്ങനെ യേശു പറഞ്ഞപ്പോഴേ മത്തായി കൂടങ്ങ് കൂടി. വിഷയഗണങ്ങളില് ഇതൊക്കെ പറയുമ്പോഴും അല്പം പ്രാർത്ഥന മത്തായി. കാരണം ചുങ്കം പിരിച്ച് നല്ല അറിവുണ്ട്. മനുഷ്യരുമായിട്ട് ഇടപെട്ട്, പലതരം മനുഷ്യരുമായിട്ട് ഇടപെട്ട് അല്ലേ. നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ ടിക്കറ്റ് ഇല്ലെന്ന് കൂട്ടിക്കോ. ടിക്കറ്റ് ഇല്ലാതാരും പോകരുത്. ഉദാഹരണം പറഞ്ഞാൽ അബദ്ധം പറ്റി കയറാൻ. ഈ TTR പിടിക്കാൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയുമെന്ന് ആ പുള്ളിക്കെല്ലാം അറിയാം. ട്രെയിൻ വിട്ടപ്പോഴ ഓടിക്കേറിയ സാറേ തിരക്കായി പോയി, ഏറ്റവും സെറ്റ് പഠിച്ചിട്ടാണ് അവൻ ആ പണിക്ക് വന്നത്. ഹെൽമറ്റ് ഇല്ലാതെ കുഞ്ഞുങ്ങൾ വണ്ടിയെ വന്നാൽ SIക്ക് അറിയാം നിങ്ങൾ എന്തെല്ലാം ന്യായം പറയും. ഓൾറെഡി ലേൺഡാണ്, ട്രെയിൻഡാണ് അയാൾ. അങ്ങനെയാ. എന്തിനാ പറഞ്ഞേ? മത്തായിക്ക് ജനങ്ങളോട് ഇടപെട്ട് നല്ല അറിവാണ്.
തന്നല്ല നല്ല ബുദ്ധിമാനുമാണ്. കാരണം നല്ല ബുദ്ധിമാന്മാർക്കാണ് ഈ കൊമേഴ്സ് അക്കൗണ്ടൻസിയൊക്കെ വഴങ്ങുന്നത്. ബികോംകാരും എംകോംകാരും ഉണ്ട്. ഓർത്തു, നന്മയാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളെല്ലാം ബ്രില്യൻ്റാണ്. ഇയാൾ കൊമേഴ്സാണ്. കാരണം കണക്ക് അക്കൗണ്ടൻസിയാണ്. തെളിവാണോ പുള്ളി അക്കൗണ്ടൻസി പഠിച്ചു എന്ന്? ആ വംശാവലി വായിച്ചാൽ മതി. കാരണം 14 വീതം തലമുറയെ അഡ്ജസ്റ്റ് ചെയ്ത് 3 സെഷനാക്കി മാറ്റി നമുക്ക് പറ്റുമോ ഇങ്ങനെ ചെയ്യാൻ? ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ക്രിസ്തുവിനോളം, ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14. ഞാൻ അക്കൗണ്ടൻസി മനസ്സിലായില്ലേ? പഠിച്ചതിൻ്റെ തെളിവാ. പിടികിട്ടിയില്ല? പറയാം. ഈ അക്കൗണ്ടൻസി മാസമൊന്നും അല്ല. അയാൾ കൂട്ടുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല, ഗുണിക്കുന്നുമില്ല. ചില മാസമെന്നാണ് വിചാരിച്ചു. അയാൾ പിന്നെ എന്തോ ചെയ്യുന്നേ? അക്കൗണ്ടൻ്റ് ചെയ്യുന്നത് എന്താ പറയുക? നമ്മൾ നടത്തിയ ചെലവ് മുഴുവൻ അയാൾ അടുക്കി ഓർഡറിൽ വെക്കുന്നു. ഇത്രേ ഉള്ളൂ. നമ്മൾ ചെയ്ത ചിലവില്ലേ? ഹാള് പണിയാൻ ഇത്ര, ചായ കുടിച്ചത് ഇത്ര, കമ്മറ്റി കുടിയന് ഇത്ര, ടാക്സി പിടിച്ച ഇത്ര, ഇതെല്ലാം കൂടെ ഒന്ന് ഓർഡറിൽ അടുക്കി പെറുക്കി വെക്കുന്ന പണിയാണ്. അത്രേ ഉള്ളൂ. നല്ല കഴിവ് വേണം. CA പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം, അല്ലേ? കാര്യമൊക്കെ പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടോ? അവർക്ക് അവിടെ പറയാം. പറയാൻ പിണങ്ങല്ല കേട്ടോ. നിങ്ങളെപ്പറ്റി നല്ല പറഞ്ഞല്ലോ. സാഹിത്യം ഇവർക്ക് തീരെ വഴങ്ങല്ല, ഭാഷ വഴങ്ങല്ല. കൊമേഴ്സുകാരുടെ ഇംഗ്ലീഷൊക്കെ കേൾക്കണ്ട. ക്രെഡിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട്, മേനോൻ ആൻഡ് കമ്പനി പർച്ചേസിങ് ഗുഡ്സ് ഫ്രം. അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് ഉണ്ടോയെന്ന് പോലും നമ്മൾ അറിയത്തില്ല. ഭാഷ വഴങ്ങല്ല. ചിലരുണ്ട് കേട്ടോ. സുമാർ അഴീക്കോടൊക്കെ ബികോം കഴിഞ്ഞിട്ട് പിന്നെ മലയാളം പോയി പഠിച്ച ആളാണ്. അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലെന്നല്ല. ഇവർക്ക് കൊടുക്കേണ്ട പണി എന്താ? നമ്മുടെ കൂടെ ബാങ്കിൽ നിന്ന് റിട്ടയർ ആയ ഒരു സാറോ അല്ലെങ്കിൽ ഈ അക്കൗണ്ടൻ്റോ ഒക്കെ ഉണ്ട്. കൊടുക്കുന്ന ജോലി എന്താ? ട്രഷറാ. നമ്മുടെ ട്രഷർ അതൊക്കെ പഠിക്കാൻ തോന്നും. അല്ലെങ്കിൽ ആ മേഖലയായിട്ട് ബന്ധമുള്ളവർക്കാണ് ഈ പണി. പക്ഷെ കർത്താവിൻ്റെ വിചിത്രമായൊരു പരിപാടിയുണ്ടോ? ഈ പണി കൊടുത്തത് യൂദായ്ക്ക്. മത്തായി ഏൽപ്പിച്ച പണി എന്താ? വഴങ്ങാത്തൊരു പണി. സുവിശേഷം എഴുതാൻ, സാഹിത്യം എഴുതാൻ പറ്റുമോ? ഇതാ നമ്മളല്ലേ ഈ കുഴയുന്ന കിടന്ന്. അറിയാവുന്ന പണിയല്ല നമ്മൾ ഈ ചെയ്യുന്നത്. ശരിയാണോ? കഴിവ് നോക്കി അവൻ നമുക്കൊന്നും തന്നിട്ടില്ല. നമുക്ക് തോന്നുന്ന ഇതിനകത്ത് വന്നപ്പോൾ കഴിവൊക്കെ കിട്ടി. കഴിവ് നോക്കിയല്ല ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നേ. കഴിവ് ഇവിടെ ഒരു വിഷയമല്ല. കാര്യത്തിൽ നിങ്ങൾ ആരെന്നുള്ള വിഷയമല്ല, എക്സ്പീരിയൻസ്ഡാന്നുള്ള വിഷയമല്ല. അതുകൊണ്ട് ഒത്തിരി പാട്ടുകാരെ രംഗത്ത് വരാതെ കിടക്കുമ്പോൾ മക്കൾ എങ്ങനെ വന്നേ? കഴിവല്ലെന്ന്, താലന്തൊന്നും അല്ലെന്ന്. പിന്നെ ഇതങ്ങ് ജോലിച്ചു കേട്ടോ. അതാ മറ്റൊരു സംഭവം. ഉള്ളത് അങ്ങോട്ട് പവർഫുള്ളായി, ഉള്ളതങ്ങ് ശക്തിപ്പെടുത്തി. എന്തിനാ? നമുക്ക് അപ്പോഴൊക്കെ തോന്നണം എൻ്റെ കഴിവല്ല, നിന്റെ കൃപയാ. മക്കളെ, ഓരോ പാട്ട് പാടുമ്പോഴും തോന്നണം, ഓരോ പ്രസംഗം പറയുമ്പോഴും തോന്നണം, ഓരോ സഭായം നടത്തുമ്പോഴും തോന്നണം, എൻ്റെ പ്രാപ്തിയല്ല, അവിടുത്തെ കൃപ. എനിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല, എനിക്ക് എന്ത് ചെയ്യാനാകും. എന്നെ ഇങ്ങനെ കൃപയാൽ വിളിച്ച് ഈ സ്ഥാനത്താക്കിയ നാഥന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാനാകും? കിട്ടുന്ന പ്രതിഫലത്തിന്റെ ശക്തിയല്ല, സ്വീകരിച്ച രീതിയല്ല, കഴിച്ച ഭക്ഷണത്തിന്റെ ബലമല്ല, ഈ നാഥന് വേണ്ടി എനിക്ക് എന്തായി തീരാൻ സാധിക്കും? സ്തോത്രം. മത്തായി അന്ന് മുതൽ കർത്താവിൻ്റെ കൂടെ നടന്നു. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുക, വൈകിട്ടിരുന്ന് പഴയ നിയമം വായിക്കുക. പഠിച്ചു വരുമ്പോഴാണ് മത്തായിയുടെ ചിന്തകളുടെ ഒഴുക്ക്. അവൻ കാപർന്നഹൂമിലെത്തി. അതൊക്കെ പറഞ്ഞു ഒത്തിരി നേരം എടുക്കും. അവൻ കാപർന്നഹൂമിലെത്തി. അവിടെയൊക്കെ ചെല്ലണ്ട. കാരണം അറിയോ, ഈ മൊത്തം ഗലീലിയ ദേശമേ പ്രശ്നമാണ്. അതിൽ ഒരു സ്ഥലമാണ് കാപർനഹൂം. നമ്മളീ പറയുന്ന കഫർനഹൂം എന്നല്ല ശരിക്കും പറയണ്ടേ, കപ്പർ നഹൂ. നമ്മൾ പറയുന്നതെല്ലാം പതിയും തെറ്റാണ്. ബഥേലല്ല, ബെയ്ത്ത് ഏൽ, നസർ ബെയ്ത്ത് എന്നൊക്കെയാണ്. പോട്ടെ, അത് നമുക്ക് ഈ സായിപ്പിനെ അനുകരിക്കാനുള്ളൊരു ശൈലി കൊണ്ട് തെറ്റിപ്പോകുന്ന. പോട്ടെ. അപ്പോൾ ഏതായാലും കപ്പർ നഹൂ എന്ന് പറയുന്നത് എന്താണെന്നറിയാം? നഹൂമിൻ്റെ പട്ടണം. നഹൂം ഒരു ശാപത്തിൻ്റെ പ്രവാചകനായിരുന്നു.
ശാപത്തിൻ്റെ പ്രവാചനം നമ്മൾ ഒരു ആശ്വാസത്തിന് വേണ്ടി പുള്ളിയെ കാണാൻ ചെന്നാൽ നമ്മൾ പറയാ പാസ്റ്ററെ അച്ഛൻ ഐസിയില്ല, ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു വിടുതലുണ്ട്, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, ശവസംസ്കാരത്തിനുള്ള ഏർപ്പാട് ഇപ്പം ചെയ്താൽ നല്ലതെന്ന് പറയാം. കൊച്ചു ടെസ്റ്റ് എഴുതിയിട്ട് നിൽക്കുക, കിട്ടുമെന്നാ ഇപ്പം കിട്ടത്തില്ല, നോക്കേ വേണ്ട. ഇങ്ങനൊരു 3-4 പരിപാടി ആയി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോവോ നഹൂമിനെ? ഇല്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയേ, ഈ നഹൂം പ്രവചനം വായിച്ചു നോക്കിയോ, പുസ്തകം തീരെ ചെറുതാ, പ്രോഗ്രാം കുറവായിരുന്നു. ആര് വിളിക്കാനാ? കാരണം വാദന്നാൽ ഈ അടിയാ. നീ കാനാവി ചെല്ല്, അവിടെ വീഞ്ഞുമില്ല വെള്ളവും ഇല്ല. നായിരിൽ ചെല്ല്, അവിടെ വിധവ, മോൻ മരിച്ചു. കാപർനഹൂമിൽ നോക്കുന്നവൻ രോഗി. ഈ ഒരവസ്ഥയാ. അപ്പൊ പഴയ നിയമമൊക്കെ പഠിച്ച് കാപർനഹൂം എന്താ, ഈ പറയുന്ന ഗലീലിയ എന്താ, ഇതൊക്കെ പഠിച്ചു മത്തായി ഇങ്ങനെ ഇരിക്കുകയും യേശു ഈ മത്തായി ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരും കാപർനഹൂമിലെത്തി സൗഖ്യത്തിന്റെ പരമ്പര അങ്ങോട്ട് തുടങ്ങി. നഫ്താലിയുടെ ദേശങ്ങളിൽ ചെല്ലുകയും ഗദരദേശത്ത് ചെല്ലുകയൊക്കെ ചെയ്തപ്പോൾ അനുഭവം കണ്ടിട്ട് മത്തായി വന്നിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ പരിശുദ്ധാത്മാവ് തട്ടി കൊടുത്ത് പറഞ്ഞു, നീ അങ്ങനെ ഇറങ്ങാൻ വരട്ടെ, ഡയറിക്കകത്ത് കുറിക്ക് പോയ യാത്രാവിവരണം എല്ലാം കൊണ്ട് കുറിച്ചു വന്ന വഴിക്ക് ഇന്നലെ വായിച്ച വചനം ഓർമ്മ വന്നോ? ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ഈ വാക്ക് 38 ആവർത്തിയുണ്ട് ഈ സുവിശേഷത്തിൽ. അപ്പൊ തിരുവെഴുത്തിന്റെ നിവൃത്തികളുടെ അന്വേഷണമാണ് മത്തായി ചെയ്തത്. മനസ്സിലായോ? പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ഈ 1-ാം സുവിശേഷം നല്ല രസകരമായൊരു തുടക്കമാണ്. വംശാവലി പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അതാ വായിച്ചേ. ഒരു ബൃഹത് വിഷയത്തിൻ്റെ ആമുഖത്തിൽ നമ്മൾ എത്തിയുള്ളൂ, സമയത്തിനുള്ളിൽ തീർക്കും. പ്രിയപ്പെട്ടവരെ, ഈ വംശാവലി സാധാരണഗതിയിൽ നമുക്കൊരു 4 തലമുറ 5 തലമുറയ്ക്ക് അപ്പുറത്തെ വല്ലതും അറിയോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ സ്വതന്ത്ര ചിന്തകരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെല്ലുമ്പോൾ നമ്മുടെ രവിചന്ദ്രൻ മാഷി പറഞ്ഞ ഇത് ബൈബിളിലൊക്കെ തെറ്റാ, നമ്മളൊരു 3, 4, 5, 10 തലമുറയ്ക്കപ്പുറത്ത് ആരിലും ഓർക്കുമോ? പുള്ളി കിടന്നങ്ങ് ചിരിക്കുക, അവരും നിന്ന് ചിരിക്കുക, ഇതൊക്കെ ചുമ്മാതാണ്. എന്നാൽ യൂതൻ അങ്ങനല്ല. അവൻ ഏത് ഗോത്രത്തിൽ പിറന്നു, അപ്പനാരാ അമ്മയാരാന്നുള്ള രേഖ എഴുതി സൂക്ഷിച്ചില്ലെങ്കിൽ ഭൂമി കിട്ടത്തില്ല. ഇന്ന് നിങ്ങൾ ഇസ്രയേലിൽ ചെന്നാൽ ചില സ്ഥലങ്ങളിൽ ചെന്നായുടെ ഒരു പടൂറ്റൻ രൂപം വെച്ചിട്ടുണ്ട്, കുറെ അങ്ങോട്ട് മാറി സിംഹത്തിന്റെ രൂപം വെച്ചിട്ടുണ്ട്, കുറെ അങ്ങോട്ട് മാറി കഴുതയുടെ രൂപം വെച്ചിട്ടുണ്ട്. എന്താ അറിയോ? സിംഹത്തിന്റെ രൂപം കണ്ടാൽ ഓർത്തുകൊള്ളണം, യഹൂദാ ഗോത്രത്തിന്റെ അവകാശഭൂമി യഹൂദ ഒരു ബാലസിംഹം. ചെന്നായി വെച്ചിട്ടുണ്ട്, ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി. ജൂതൻ എവിടെ ചെതറിപ്പോയാലും തിരിച്ചു വരുമ്പോൾ ഈ ഗോത്രക്കാരനെന്നുള്ള തെളിവ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ നീക്കാനൊക്കത്തില്ല. മനസ്സിലായോ? അവരുടെ ഈ വംശാവലി ഉണ്ട്, അതിനാ പ്രധാനം. വംശാവലികളുടെ 2ാമത്തെ ആവശ്യം രാജ്യത്വം തെളിയിക്കാനാണ്. കാരണം രാജാവിൻ്റെ മകൻ രാജാവാകും. ആ ക്രമമനുസരിച്ച് യഹൂദാഗോത്രം വിശേഷിച്ചും വംശാവലി കൊണ്ട് നടക്കണം. പുരോഹിതന്മാർ അവസ്ഥ ഇത്, ഒരാളെ പുരോഹിതനാക്കുന്നത് ലേവ്യകുലത്തിലെ ജനം കൂടിയാ. അതുകൊണ്ട് ലേവിയും ഈ വംശാവലി കൊണ്ട് നടക്കണം. അങ്ങനെ ക്രിസ്തുവിനെ ഒരു രാജാവായി കണ്ട മത്തായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി രേഖപ്പെടുത്തി പോകുമ്പോൾ ആദ്യം ഒരു ഹെഡിങ്, അബ്രഹാമിന്റെ പുത്രനായ, അതിൻ്റെ ഇടയ്ക്ക് 14 പേരുണ്ട് അല്ലേ, അവരെല്ലാം വെട്ടിട്ട് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു. എന്നിട്ടത് വിശദീകരിച്ചെഴുതുകയാണ് താഴെ. ഈ എഴുത്തിൽ നമ്മുടെ കർത്താവ് ജഡപ്രകാരം ദാവീദ് പുത്രൻ എന്ന് തെളിയിക്കുകയാണ് അവിടെ. ആ വംശാവലി കൃത്യം എഴുതി മറിയ വരെ എത്തിയിട്ട് യോസഫ് വിവാഹം കഴിക്കുന്നതും എഴുതിയിട്ട് അവളിൽ നിന്ന് ക്രിസ്തു ജനിച്ചു, യേശു ജനിച്ചു, വംശാവലി പൂർത്തീകരിച്ചു. എന്നാൽ ഞാൻ പറയും, നമ്മളെ സംബന്ധിച്ചിടത്തോളം
ക്രിസ്തുവിൻ്റെ ഈ വംശാവലി അക്കാദമിക് സ്വഭാവമുള്ളൊരു പഠന വിഷയം മാത്രമാണ്. അത് മാറ്റിവെക്കാം. നമുക്കത് അത്ര ഗൗരവമില്ല, പഠിക്കാൻ വേണം. എന്താ അങ്ങനെ പറയാൻ കാരണം? വംശാവലി വരുന്നത് ജഡത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ടാ. ജഡപ്രകാരം ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുക, ജഡപ്രകാരം ജനിച്ചത് ജഡമാകുന്നു, ശരീരമാകുന്നു. വീണ്ടും ജനിച്ചാൽ ആത്മാവിലാകുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ജനനം ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ വംശാവലിയുടെ നിയതരൂപം വെച്ചുള്ള ഒരു ഭൗതിക ജനനമല്ലാത്തൊരു ജനനം നിക്കോദിമോസിനെ പഠിപ്പിച്ചു. നിക്കോദിമോസിനോട് പറഞ്ഞു. നിക്കോദിമോസിനൊന്നും മനസ്സിലാവുന്നില്ല അന്ന്. ഒക്കെ കഴിഞ്ഞ് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിലേക്ക് വരുമ്പോൾ, 3-ാം വചനത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയാ, അവന് വംശാവലിയില്ല. അത് അശ്രാത്തി മൽക്കിസദേക്കിന. ദൈവപുത്രനും വംശാവലിയില്ല, ജീവാരംഭമില്ല, ജീവവസാനമില്ല. ജഡത്തിൽ നിന്ന് ജനിച്ച ജഡമൊക്കെ ഇഹലോകത്തിൻ്റെ വംശാവലി കൊണ്ട് ജീവിതം അവിടെ തീരുമ്പോൾ വീണ്ടും ജനിച്ചവന്റെ സവിശേഷത വംശാവലിയില്ലാത്ത, മാതാപിതാക്കളില്ലാത്ത നിതാന്തമായ ഒരു ലോകത്തിന്റെ വാഗ്ദത്തമാണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി പറയുക, അവിടെയുണ്ട് പൗരോഹിത്യം, എന്നേക്കുമുള്ള രാജകീയ പൗരോഹിത്യം. ആ പൗരോഹിത്യത്തെ എബ്രായലേഖനക്കാരൻ സ്ഥിരീകരിക്കുമ്പോൾ ഭൗതികമായ ഒരു വംശാവലി വെച്ച് യേശുവിൻ്റെ രാജ്യത്വം തെളിയിക്കുകയാണ് മത്തായി. അങ്ങനെ കർത്താവ് ഒരേ സമയത്ത് രാജാവും പുരോഹിതനുമായി തീരുന്നു. പുരോഹിതൻ്റെ ഒരു ദൗത്യം ബലിയ. പ്രധാന ദൗത്യം അതാ. അത് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ ബലി? ആ ബലി അവിടുന്ന് തന്നെയാണ്, ക്രിസ്തു തന്നെയാണ് ആ ബലി. ഒരേ സമയത്ത് ബലിദാനം ചെയ്യുന്ന ശരീരവും അവൻ്റെ, അതേ സമയത്ത് ബലികർമ്മം അർപ്പിക്കുന്ന മഹാപുരോഹിതനും അവിടുന്ന്. ഇത് രണ്ടും ചെയ്ത ഒരുവനേ ഉള്ളൂ. യാഗവസ്തുവും യാഗവും, യാഗത്തിൻ്റെ പൊരുളും, യാഗം നിർവഹിച്ചവനും യാഗം പൂർത്തീകരിച്ചവനും യാഗം സമർപ്പണം ചെയ്തവനുമായി ഒരുവൻ മാത്രമേ ചരിത്രത്തിലുള്ളൂ. അത് നമ്മുടെ കർത്താവാണ്. സ്വയം നമുക്ക് വേണ്ടി യാഗമായി അർപ്പണം ചെയ്ത് ആ തിരുശരീരത്തിന്റെ ഭൗതികമായ അബ്രഹാമിൽ നിന്നുള്ള ആ പ്രയാണമില്ലേ, ആ ഭൗതികമായ ജഡത്തിന് അവിടെ അരുതി വരുത്തിയിട്ട് ഒരാത്മശരീരിയെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് മരണത്തിന് വാഴുവാൻ കഴിയാത്ത നിതാന്തമായ ഒരു ജീവിതത്തിന്റെ മാർഗദർശനം യേശു നമുക്ക് തന്നു. എന്താണ് കാരണം? ജഡത്തിൽ നിന്ന് ജനിച്ചതൊക്കെ മരിക്കണം, അല്ലെ? പ്രാണൻ നഷ്ടപ്പെടുത്തണം, അവിടെ വരെ കൊണ്ട് തീരണം. അതാ ജഡത്തിൽ നിന്ന് ജനിച്ചവരുടെ പ്രത്യേകതയെങ്കിൽ അതേ വഴി ക്രിസ്തുവും തിരഞ്ഞെടുത്തു. പക്ഷേ മരണം അതുവരെ മനുഷ്യരാശിയെ ജയിച്ചു നിൽക്കുന്ന മാരക വിപത്തായി നിൽക്കൊണ്ട് മരണത്തെ കണ്ട് പ്രമുഖന്മാരൊക്കെ വെല്ലുവിളിച്ചരികിൽ ചെന്ന് ഭയന്ന് പിന്മാറി തിരിച്ചു വന്ന് 6 അടി മണ്ണിൽ അഭയം പ്രാപിച്ച് അണുക്കൾക്കിരയായി തീർന്ന് തോറ്റു തുന്നം പാടിയ ചരിത്രമാണ് ഇഹലോകത്തിന്റെ ചരിത്രം. അത് കവികളൊക്കെ പറയുന്നില്ലേ? മഹാനായ അലക്സാണ്ടർ മരണത്തെ കണ്ടു വെല്ലുവിളിച്ച് മുമ്പോട്ട് വരുന്ന യാത്രയിൽ ഒടുക്കം കീഴടങ്ങി ഈ മണ്ണിൽ അവശേഷിച്ചു. ആ ഭൗതിക ശരീരം കാർന്നു തിന്ന അതേ അണുക്കൾ തന്നെയാണ് പെരുവഴി ഓരത്ത് ഇന്ന് ഭിക്ഷയാചിച്ചലഞ്ഞ യാചകന്റെ ശരീരവും ഭക്ഷിച്ചു തീർത്തത്. അതേ അണുക്കൾക്ക് യാചകനെന്നോ അലക്സാണ്ടറെന്നോ 2 നീതിയില്ല, ഒറ്റ നീതി സകല ഭൂവാസികളുടെയും വഴി. ഉലകം മുഴുവൻ മരണമെന്ന മാരക ശക്തിക്ക് മുമ്പിൽ പകച്ചങ്ങനെ നിൽക്കുമ്പോൾ ആ മരണത്തെ കണ്ടുകൊണ്ട് മരണത്തെ ആസ്വദിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. ദൈവകൃപയാൽ അനേകർക്ക് വേണ്ടി മരണം ആസ്വദിച്ച ആ ക്രിസ്തു മരിച്ച് മൺമറഞ്ഞ ഘട്ടത്തിൽ ആ ഭൗതിക ശരീരത്തെ തിന്നുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ഒരണുക്കൾക്കും ശക്തിയില്ലാഞ്ഞു. കാരണം എന്തേ? തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ പിതാവ് സമ്മതിക്കാതെ, മരണത്തിന് എന്നേക്കും വിട്ടുകൊടുക്കാതെ, മരണത്തിന്റെ മാരക ശക്തിയെ എന്നേക്കും ത്യജിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ കർത്താവ്
ജഡത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ജഡം ഇവിടം കൊണ്ട് തീരുമ്പോൾ നിലനിൽക്കുന്ന ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മാവിൽ ജനിക്കുന്നത് എങ്ങനെയെന്ന് കാട്ടിത്തന്നതെങ്കിൽ ഞാനും നിങ്ങളും ആത്മാവിൽ ജനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ജനിച്ചു എന്നുള്ളത് സത്യം. നമ്മുടെ വീണ്ടെടുപ്പ് കഴിഞ്ഞില്ല. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്ന ഒരു സന്ദർഭമുണ്ട്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് ഒരു പ്രഖ്യാപനത്തോടെ സംഭവിച്ചെങ്കിൽ ഈ ശരീരം കാത്തിരിക്കുന്നു ഒരു പുതുശരീരം അണിയുവാനുള്ള ഒരു വ്യഗ്രത. ആ വ്യഗ്രത എന്തെന്ന് ഞാൻ പറയാം. ഈ ലോകത്തിൽ കിട്ടുന്നതൊക്കെ നല്ലതാ, അതൊന്നും മോശമല്ല, വിവേകത്തോട് ഉപയോഗിക്കണം. പക്ഷേ ഇന്ന് പ്രസംഗകരും നമ്മുടെ സമൂഹമൊക്കെ ഈ ലോകത്ത് കിട്ടുന്ന എന്തിനോ വേണ്ടി ആളുകളെ സജ്ജരാക്കുക. പ്രിയപ്പെട്ടവർ, ഒന്ന് മനസ്സിലാക്കിക്കോ, ഇനി കാലം അധികം ഉണ്ടാകയില്ല. തൻ്റെ മക്കൾ ഒരുങ്ങണം, കാത്തിരിക്കണം, ജാഗ്രതപ്പെടണം. ഇഹലോകം കൊണ്ട് തീരാത്ത നിതാന്തമായ ഒരു നിത്യത എന്ന യാഥാർത്ഥ്യമുണ്ട്. അത് കൺപാർത്തു വേണം ഇഹലോകത്തിൽ ജീവിക്കാൻ. ആ പ്രത്യാശ നഷ്ടപ്പെടുന്ന ഇടത്തെ പെന്തക്കോസ്തിന്റെ ശക്തി നഷ്ടപ്പെടുക. നമ്മൾ പഠിച്ചതും ഗ്രഹിച്ചതും ഇഹലോകത്തിൽ എന്തെങ്കിലും ചെയ്യാനല്ല, വരാനിരിക്കുന്ന ആ ലോകത്തിൻ്റെ അനുഗാമികളായി സ്വയം ഒരുങ്ങാൻ. എന്നാൽ ആ ലോകത്ത് പരിത്യജിക്കാത്ത ഒരു ശുശ്രൂഷയുണ്ട്. ഞാനവിടുത്തെ പ്രസംഗിച്ച് ഒരല്പം വിവാദമാക്കിയ ആളുകൾ മാറ്റിയതാ. തെറ്റുണ്ടെ തിരുത്തിയാൽ മതി, ഞാൻ മേലിൽ എങ്ങും പോയി പറയില്ല. ആ ലോകത്തിലും കർത്താവ് നമ്മളെല്ലാം ഒത്തുചേർന്ന് മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിച്ച് ആടിനെ ഭക്ഷിച്ച്, ചുട്ട ആടിനെ ഭക്ഷിച്ച് പെസഹയ്ക്ക് സമാനമായ ഒരാചരണം അന്ന് നടക്കും. അവിടെ എന്താ തെളിവെന്നറിയണ്ടേ? ഞാൻ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലല്ലാതെ കുടിക്കുകയില്ല. ചുമ്മാ പറഞ്ഞാണോ? ശരിയല്ലേ? നിങ്ങൾക്ക് വേണ്ടി കഴിക്കണ്ട. അപ്പം ഞങ്ങൾ കഴിക്കുന്നതിന് വിരോധമുണ്ടോ? അതിനൊരുത്തം പറയും, ആൽക്കുറത്തോടം പറഞ്ഞു, സ്വർഗത്തിൽ കർത്തൃമേശ നടത്തും. വാക്കുകൾ ചെറിയ മാറ്റം വരുത്തി വിവാദം ഉണ്ടാക്കണ്ട. എന്തിനാണിതെന്ന് പറയാം. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്ന ഒരു വിഷയമാണ് പറഞ്ഞു വരുന്നത്. ചുമ്മാ ഒരു പുതിയ കാര്യം പറഞ്ഞു പോല്ല. ഞാൻ ഈ മാവലിക്കര നമുക്കൊരു അയ്യം ബൈൽക്കോളുണ്ട്. ഞാൻ എല്ലാ വർഷവും അവിടെ ക്ലാസ്സിന് വരുന്ന വെളിപ്പാട് താനിലൊക്കെ. അപ്പോൾ ഒരു സഹോദരൻ ഒരിക്കൽ ചോദിച്ചു, നിത്യതയിലെത്തിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ലൂസിഫറിന് വന്ന പോലെ ഒരു അഹങ്കാരം വരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് വരികയില്ല. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, നമ്മൾ ദൂതതുല്യരായി. അവൻ പറഞ്ഞ ദൂതതുല്യർ അവിടെ നിൽക്കട്ടെ, ദൂതനല്ലേ പണി ഒപ്പിച്ചു, പിന്നെ ദൂതതുല്യൻ്റെ കാര്യം പറയാനുണ്ടോ? ശരിയാണല്ലോ. ഞാൻ പറഞ്ഞു, നാളെ പറയാം, ഇച്ചിരി നോക്കട്ടെ, പഠിക്കട്ടെ, ചിന്തിക്കട്ടെ. ഞാൻ പിറ്റേന്ന ക്ലാസ്സിൽ പറഞ്ഞു, അങ്ങനെ വരികയില്ല. വരാത്ത കാരണം നമ്മൾ നിത്യതയെ ചെന്നാൽ നമ്മൾ രൂപാന്തര ശരീരികളായി, ദൂതതുല്യരായി. ഇനി അബദ്ധവശാൽ ഇങ്ങനൊരു ചിന്ത വന്നു എന്നിരിക്കട്ടെ, വരികയില്ല 100%. വരാതിരിക്കാൻ ചില ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. മാറ്റമുണ്ടായി നമുക്കെല്ലാം, ഗ്ലോറിഫൈഡ് ബോഡിയാണ്. അപ്പോഴേ ആ ശരീരത്തിൽ നമ്മളിരിക്കുമ്പോഴും മാറ്റമില്ലാതെ ഒരാളവിടെ ഉണ്ട്. നമ്മുടെ കാന്തന. മാറ്റമില്ലെന്ന് പറയാൻ കാരണം ആ തിരുമുറിവുകൾ അവിടെ ഉണ്ടെന്ന്. അയ്യോ, ഉയർത്തെഴുന്നേറ്റിട്ട് മുറിവ് പോയില്ലേ? മുറിവുണ്ട്. എന്താ തെളിവ്? ഉയർത്തെഴുന്നേറ്റവനല്ലേ നമ്മുടെ സ്വന്തം തോമാച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞൊന്ന് തൊട്ട് നോക്കിക്കേ ഞാൻ തന്നെയാണോ? മുറിവ് കണ്ടില്ലേ? ഇവിടെ ഉണ്ടെന്ന്. എന്താ കാര്യം? ഈ മുറിവേ ഒരു തോൽവിയുടെ ചിഹ്നമല്ല, ഇത് ജയത്തിൻ്റെ ചിഹ്നമാണ്. സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചവരോട് ചോദിക്കുക, മുറിവേ, സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ഒരാളുടെ മുറിവിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞുതരാം. മലയാളിയായ അജയ് യഹൂജ എന്നു പേരുള്ള ഒരു സൈനികൻ മരിച്ചു കാർഗിലിൽ. അദ്ദേഹം പോകുമ്പോൾ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു, ഒരു കുഞ്ഞുണ്ട്. മൊബൈൽ വഴിയൊക്കെ അന്ന് കാണാൻ സൗകര്യമുള്ള സമയമല്ലാണെന്ന് എനിക്ക് തോന്നില്ല, വിളിയും പറച്ചിലൊക്കെ ഉള്ളൂ. യുദ്ധത്തിൽ അദ്ദേഹം മരിച്ചു. തിരിച്ചു വരുമ്പോഴേക്കും കുഞ്ഞ്
ജനിച്ചു, ഭൗതിക ശരീരം കൊണ്ടുവരിക, വിവാദമായ ഒത്തിരി വിഷയങ്ങളൊക്കെ അതിനകത്തുണ്ട്. അടക്കാൻ വന്നു, ഭാര്യയും ഈ പിഞ്ചോമനെ കയ്യിലുണ്ട്, മാതാപിതാക്കളുണ്ട്. അന്നത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇവിടെ വായിക്കാനൊരു കുറിപ്പ് കൊടുത്തു. അദ്ദേഹം ഒരു ഹിന്ദി കവി കൂടിയാണ്. ഭവതി ഭാര്യയ്ക്ക, അങ്ങയുടെ ഹസ്ബൻഡിൻ്റെ, ഭർത്താവിൻ്റെ ആ മൃതശരീരത്തെ പുതപ്പിച്ച ദേശീയ പതാക ഒരൽപ്പം താഴോട്ട് താഴ്ത്തിയാൽ നിനക്കൊരു കാഴ്ച കാണാം. നെഞ്ചിലൊരു തുള. ആ നെഞ്ചിലെ തുള നെഞ്ചിൽ തന്നെ വരാൻ കാരണം ശത്രുക്കൾ തനിക്ക് നേരെ ആയുധം പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നിന്നെ കുഞ്ഞിനെ അല്ല ഓർത്തെങ്കിൽ ആ തുള പുറത്തു വീഴുമായിരുന്നു. 110 കോടി വരുന്ന ഇന്ത്യൻ ജനതയെ ഓർത്ത് ആ സൈന്യത്തിൻ്റെ മുമ്പിലേക്ക് ഇരമ്പിച്ചെന്നും ആ ശത്രുവിൻ്റെ ആക്രമണം ഏറ്റുവാങ്ങിയ ജയത്തിൻ്റെ ചിഹ്നമാണ് ആ മുറിവ്. സോദരി, 110 കോടി ഇന്ത്യൻ ജനത ആ മുറിവിനെ വണങ്ങുന്നു. ഇത്രേ ഉള്ളൂ. അവർക്കല്ല ധൈര്യം വന്നു. ഇതുപോലെ നമുക്കും വണങ്ങാൻ ഒരു തിരിമുറിവുണ്ട്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവര കൊലക്കളത്തിൽ നീ ഒരുക്കിയ പുണ്യാക രക്തത്തെ കുറിച്ചുള്ള ഓർമ്മ ആ സ്വർഗത്തിൽ നിൽക്കുമ്പോഴേ എനിക്കും നിനക്കും നിഗളിക്കണമെന്നോ അഹങ്കാരം വരുമ്പോഴൊക്കെ അവൻ ഈ കരമൊന്ന് ഉയർത്തി കാണിക്കുമ്പോൾ ആ കരം വിളിച്ചു പറയും, നിന്റെ യോഗ്യതയല്ല നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് ഈ മുറിവാ. ഇന്ന് രാത്രി നസ്രയനായ യേശുവിന്റെ തിരുശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അവന്റെ പുണ്യാക രക്തത്തിൽ അഭയം പ്രാപിച്ച് നമുക്ക് പറയാം, അങ്ങയുടെ രക്തം എൻ്റെ വീണ്ടെടുപ്പിന് ഹേതുവായി. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്.